നൽകുന്ന ശക്തിയെ ഹാലലി അത് ഞങ്ങൾക്ക് ഉറപ്പിനെ ഞങ്ങളുടെ ഉള്ളിലേക്ക് ദൈവം ഹാലിൽ പകർന്നു വരുവാനും അവിടുത്തെ അഭിഷക്തിനെ അവിടെ നിന്ന് ഉപയോഗിക്കുന്നുവല്ലോ. അദ്ദേഹത്തിലൂടെ ദൈവം ലോകത്തിന് വേണ്ടി അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറഞ്ഞു പിതാവേ. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും വലിയ വീര്യപ്പെടുത്തുകളും ദൈവം ഹാലിൽ അങ്ങ് ചെയ്യുന്നതിനോട് നന്ദി പറഞ്ഞു പിതാവെ. എളിമപ്പെടുന്നവർക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരുന്ന ഹാലെ ലൂയ ഹാലെ അനുഗ്രഹത്തോട് ഞങ്ങൾ നന്ദി പറഞ്ഞു പിതാവ്. ഒരിക്കൽ കൂടി ഞങ്ങളെ പൂർണ്ണമായി വിട്ടുവരുന്ന നാഥ സ്വർഗം തുറന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങനെ ഇഷ്ടപ്രകാരം ഞങ്ങളെ അനുഗ്രഹിച്ചതിനോട് നന്ദി പറഞ്ഞു. സകലത്തിൽ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നന്ദി കർത്താവേ. ഇന്ന് പ്രാർത്ഥിച്ച ബ്രദറിനെ കുടുംബത്തെ ഞാൻ യേശുക്രിസ്തുവിന് നന്ദി കർത്താവേ. ഇന്ന് പ്രാർത്ഥിച്ച ബ്രദറിനെ കുടുംബത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപകൾക്കായി നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പിന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. വലിയ പ്രവൃത്തികളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കുക തന്നെ ചെയ്യും. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇത് കർത്താവിനാൽ നമുക്ക് നൽകപ്പെട്ട വലിയ അവസരമാണ്. അത് കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. പ്രാർത്ഥനയോടെ തന്നെ വിശ്വാസത്തോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ കൂടെയുണ്ടല്ലോ. നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ എന്റെ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന് ദുരാത്മാക്കൾക്കോ എന്റെ മേൽ അവകാശമില്ല. ജാതികളുടെ നടുവിൽ എന്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയം അറിയും. എന്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ പൂർണ്ണ ജയമാണ്. ഭൂലോകത്തിനറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ എൻ്റെ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ പെരുകുന്നല്ലോ. എല്ലാ മേഖലയിലും കർത്താവ് നമ്മളെ സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ. നമുക്ക് സ്തുതിക്കാം, നമുക്ക് ദൈവത്തെ വാഴ്ത്താം. കർത്താവിന്റെ കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ അത്ഭുതങ്ങളാൽ നിറയുവാൻ കർത്താവ് ഇടയാക്കി തീരട്ടെ. ആമേൻ. ഇന്നലെ കേട്ട വചനചിന്തം ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. സ്പിരിച്വൽ വേൾഡ് ബ്രദറെ, ജീവിത യുദ്ധമാണ്. ആമേൻ. ആമേൻ. എപ്പോഴും നമ്മൾ ഇന്നലെ കേട്ടതുപോലെ തന്നെ ആത്മയുദ്ധമാണ് വിശ്വാസ ജീവിതം. ആത്മയുദ്ധത്തിന്റെ ജീവിതമാണ്. കർത്താവിന്റെ നാമത്തിൽ ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അനുദിനം നമ്മൾ യുദ്ധം ചെയ്യുവാണ്. ഈ യുദ്ധത്തിന്റെ പ്രത്യേകത ഇവിടെ നമ്മളാണ് ജയിക്കുന്നത്. ബൈബിൾ പറയുന്നു കർത്താവ് നമ്മളെ ജയിപ്പിക്കും. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ആമേൻ. നാം കർത്താവിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ ലോകത്തിൽ നാം യുദ്ധം ചെയ്യുന്നു. നമുക്ക് ഇന്നും പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. നമ്മൾ ഇന്നലെ കേട്ട വചനത്തിന്റെ ബാക്കി ഭാഗമാണ്. പ്രത്യേകിച്ച് യൂട്യൂബിലും മറ്റ് ലൈവിലും ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഡേറ്റ് നോക്കുക. ഇതിന് മുമ്പത്തെ ഡേറ്റിൽ അതിന്റെ ബാക്കി ഭാഗം 1-ാം ഭാഗം കിടപ്പുണ്ട്. നമ്മൾ അതിന്റെ 2-ാം ഭാഗത്തിലേക്ക് വേഗത്തിൽ കേൾക്കുവാൻ വേണ്ടി പോകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വചനം പറയുന്നു, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി വരും, എന്നാൽ 7 വഴിയായി അവർ നിന്റെ മുമ്പിൽ നിന്നും ഓടിപ്പോകും. രണ്ടാമത്തെ കാര്യം നമ്മൾ ഇന്നലെ എടുത്തു. യഹോവ നിന്റെ കളപ്പുരകളെയും നീ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി തീരും. ആമേൻ. നമ്മൾ കർത്താവിന്റെ വചനം ഇന്നലെ കേൾക്കുവാൻ ഇടയായി തീർന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അനുഗ്രഹങ്ങളൊക്കെയും വാക്തത്വങ്ങളുടെ രൂപത്തിലാണ് നമ്മുടെ മേൽ വന്നിരിക്കുന്നത്. ഈ വന്നിരിക്കുന്ന വാക്തത്വ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവൃത്തി തലത്തിലേക്ക് വരുന്നത്, എങ്ങനെയാണ് അതിനെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസത്താലാണ് നമ്മൾ അതിനെ പ്രവൃത്തി തലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് പ്രവൃത്തി തലത്തിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്നലെ കർത്താവിന്റെ വചനത്തിലൂടെ കേട്ടു. നിങ്ങളൊരു വിഷയം, ഒരു കാര്യം, നമ്മൾ വചനത്തിന്റെ അകത്തിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എങ്കിൽ
നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കണം. ബൈബിൾ എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുവാൻ ബൈബിൾ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ആമേൻ. ഇവിടെ ശ്രദ്ധിച്ചോണം, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരവും ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹം, വാക്ക് കണ്ടോ, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് നമ്മളെ വിളിച്ചിരിക്കുന്നു. ആമേൻ. കർത്താവ് ചെയ്ത വലിയ പ്രവർത്തികളെയും വലിയ അത്ഭുത സാക്ഷ്യങ്ങളെയും കേൾക്കുവാൻ ഇന്നലെ നമ്മൾ കർത്താവിൽ ഇടയായി തീർന്നു അല്ലേ. കർത്താവ് വലിയ അത്ഭുതകരമായ രോഗങ്ങളെ സൗഖ്യമാക്കുന്നത്, നാളുകളായിട്ടുള്ള വേദനകൾ വിട്ടുമാറുന്നതും രോഗബന്ധനങ്ങളെ കർത്താവ് അഴിക്കുന്നതും ഒക്കെ നമ്മൾ ഇന്നലെ കേൾക്കുവാൻ ഇടയായി തീർന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തണം, ബ്ലെസ്സിങ്, അനുഗ്രഹം. ഒരു വിശ്വാസി എത്രത്തോളം അനുഗ്രഹിക്കപ്പെടും. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ ഭയങ്കര ചോദ്യമുണ്ട്. കാര്യം ഞാൻ പൊക്കോണ്ടിരുന്ന ആരാധനാലയങ്ങളിലൊക്കെയും യേശുക്രിസ്തു രക്ഷയിലേക്ക് അനുഭവത്തിലേക്ക് വന്നെങ്കിലും ഞാൻ വലിയ സന്തോഷത്തിലായിരുന്നു. രക്ഷയുടെ സന്തോഷം എൻ്റെ ജീവിതത്തിലുണ്ടായി. പക്ഷെ ബൈബിള് വായിക്കുവാൻ ദൈവം കൃപ തന്നപ്പോൾ ബൈബിളിൻ്റെ അകത്ത് ഒരു വിശ്വാസിയുടെ വളർച്ചയെയും ഒരു വിശ്വാസിയുടെ സ്വാധീനങ്ങളെയും പറ്റി മനസ്സിലാക്കിയപ്പോൾ ഞാൻ എൻ്റെ ചുറ്റുവട്ടം നോക്കിയപ്പോഴേക്കും പല ആളുകളോട്ട് ഞാൻ ഷെയർ ചെയ്തു, എന്തുകൊണ്ട് നമുക്ക് ഈ വചനപ്രകാരം വളരുവാൻ കഴിയുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, അവരെ ഇതിലൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ആരെയും കുറ്റമല്ല. കാര്യം അവർ കേട്ടുപഠിച്ച ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് അവരെപ്പോഴും അതിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട്, പലപ്പോഴും നമുക്കറിയാം വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തിയാണ് ആളുകളെ വെച്ചിരിക്കുന്നത്. വിശ്വാസ ജീവിതം ഭയത്തിന്റെ ജീവിതമല്ല, സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ജീവിതമാണ്. ഇനി കേട്ടോണം, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ നോക്കിക്കുക. അനുഗ്രഹം, ഞാൻ പറയുന്നതല്ല, അനുഗ്രഹം. ഇനി ഇവിടെ പറയുന്നു, നമ്മളിന്നലെ എഫേസ്യ ലേഖനത്തിന്റെ അകത്ത് 6-ാം വാക്യത്തിൽ ഇങ്ങനെ വാക്ക് കേട്ടു, കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. എന്നിട്ട് പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് സർവായുധ വർഗം വെപ്പിക്കുക. അപ്പം നമുക്ക് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടുന്നില്ല എങ്കിൽ ശ്രദ്ധിച്ചോണം, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ പരിശോധിക്കണം. നമ്മുടെ ആയുധത്തെ നമ്മൾ എടുക്കണം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ആയുധം എടുക്കണമെന്ന് പറ. ആമേൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അകത്തൊരു വാക്തത്വം കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ആയുധം എടുക്കേണ്ട സമയം അടുത്തിരിക്കുന്നു. നോക്കിയേ, ഇവിടെ എന്താണ് ആയുധം? ഞാൻ ഒറ്റ ആയുധം മാത്രം ഒന്ന് പറയുന്നു. ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അപ്പൊ നമുക്ക് യുദ്ധമുള്ളത് അദൃശ്യ ലോകത്തോടാണ്. ശ്രദ്ധിച്ചോണേ, ഒരു വിശ്വാസി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. യുദ്ധം അദൃശ്യ ലോകത്തിലാണ് യുദ്ധം. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു അദൃശ്യ ലോകമുണ്ട്. ഈ അദൃശ്യ ലോകത്തിൽ യുദ്ധം ചെയ്യണമെങ്കിൽ നമുക്കൊരു വാള് വേണം. നമ്മൾ ലോകത്തിൽ നിന്നുണ്ടാക്കി ഇരുമ്പ് വാളുകൊണ്ട് അദൃശ്യ ലോകത്തിൽ യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല. കാര്യം നമ്മുടെ ശത്രു നമുക്കെതിരെ നിൽക്കുന്നത് അദൃശ്യ മണ്ഡലമാണ്, ദൃശ്യമായതല്ല. ഇവിടെ നിങ്ങൾക്ക് ആയുധം എന്താന്ന് ചോദിച്ചാൽ വചനമാണ്. അവൻ ഞാൻ എൻ്റെ ഒരു പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഞാൻ പറയാം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ദൈവം എന്നെ ആക്കി വെച്ചതാണ്. ഞാൻ അങ്ങനെ പറയുന്നത്. കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ ജോലി, ഇനിയിപ്പോൾ ഡോക്ടറോ കളക്ടറോ, നിങ്ങൾ ഏത് ജോലിയാണോ, നിങ്ങൾ തൊഴിലുറപ്പിന് പോകുന്നതായിക്കോട്ടെ, ഏത് ജോലി ആയിക്കോട്ടെ, കൂലിപ്പണി ആയിക്കോട്ടെ, ഡോക്ടറോ കളക്ടറോ എന്തും ആയിക്കോട്ടെ, ഏത് ജോലിയാണെങ്കിലും അതെല്ലാം പാർട്ട് ടൈം. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ എല്ലാ ജോലിയും അത് പാർട്ട് ടൈം ആണെന്ന് പറ. ആമേ. ദൈവം നമ്മളെ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി, രക്ഷിക്കപ്പെട്ട വിശ്വാസി, സുവിശേഷം നമ്മുടെ മേൽ നിർബന്ധമാണ്. ലോകത്തിന്റെ അറ്റത്തോളം പോകുവാൻ റെഡിയായി നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും. നിങ്ങൾ ചിന്തിക്കരുത്, ഞാനിത് എപ്പോഴും പറയുമ്പം നിങ്ങൾ ഓർക്കരുത്, നിങ്ങളൊരു സാധാരണ വിശ്വാസിയായിട്ട് ബൈബിൾ നിങ്ങളെ ചിത്രീകരിക്കുന്നേയില്ല. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഭൂലോകത്തിനറ്റത്തോളം പോയി യേശുവിന്റെ സാക്ഷിയാകേണ്ട വ്യക്തിയാണ്. പ്രായം വിഷയമില്ല, ജോലി വിഷയമില്ല, നിറവോ കുടുംബമോ ഒന്നും വിഷയമല്ല. ഇവിടെ വിഷയം ഒന്നേ ഉള്ളൂ, ഏറ്റെടുക്കുന്നൊരു മനോഭാവം. ശ്രദ്ധിച്ചോണേ, ഇവിടെ വചനം പറയുന്നു, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽപ്പിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ദൈവം എന്നെ ആക്കി വെച്ച്, ഞാൻ ദൈവാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടാണ് അവിടെ ചെന്നത്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ആളുകൾ ഒരു കുഴപ്പമില്ലാതെ എനിക്ക് എതിരാകാൻ തുടങ്ങി. എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു, നിങ്ങൾ ജോലി സ്ഥലങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ പ്രതിസന്ധി ആകുന്നവരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എവിടെയെങ്കിലുമൊക്കെ അയൽവക്കമൊക്കെ ആയിട്ട് പ്രതിസന്ധിക്കകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇന്നത്തെ വിഷയം എന്നാന്ന് വെച്ചാൽ ശത്രുക്കളെ ജയിക്കുന്നത്, കേട്ടെ, ശത്രുവിനെ ജയിക്കുന്നത്
എങ്ങനെയെന്നുള്ള ഒരു കാര്യം. അപ്പൊ ശത്രു ആരാന്ന് പറഞ്ഞു തരാം ഞാൻ. ഇവിടെ നോക്കിക്കോണം. അപ്പൊ ഞാൻ ഈ ജോലി സ്ഥലത്തിരുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ ഭയങ്കര കൂട്ടം കൂടി നമ്മളെ ആക്രമിക്കുക. നമ്മൾ ഈ സൂം മീറ്റിങ്ങിലൊക്കെ വലിയ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വിശ്വാസമൊക്കെ പറഞ്ഞ് പ്രവചനമൊക്കെ പറഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോഴേക്കും അവിടുത്തെ അന്തരീക്ഷം വളരെ വളരെ എതിരുവാണ്, ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ വൈഫുമായിട്ട് ഷെയർ ചെയ്തു ഇതുപോലെ ഭയങ്കര വിഷയം. അപ്പം എൻ്റെ മനസ്സ് എന്നോട് പറയാം. അപ്പോൾ വൈഫ് പറഞ്ഞു അതെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം എൻ്റെ മനസ്സ് പറയുന്നത് ഒരു കാര്യം ചെയ്തേക്കാം, ഇത് അവിടെ നിന്ന് വിട്ടേക്കാം, നിർത്തിയിട്ട് പോകാം, വേറെ എന്തെങ്കിലും നോക്കാം. എൻ്റെ മനസ്സ് പറയാൻ തുടങ്ങി. പക്ഷെ എൻ്റെ ഉള്ളത്തിൽ നിന്ന് ഈ വചനം ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങി. കാര്യം ദൈവം എന്നെ അവിടെ ആക്കി വെച്ചതാണ്. ദൈവാത്മാവ്, ഞാൻ ദൈവത്തോട് കൺഫർമേഷൻ ചോദിച്ചിട്ടാണ് അവിടെ കയറുന്നത്. അപ്പൊ എന്നെ അവിടെ നിർത്താതിരിക്കാൻ ഭയങ്കര എതിർപ്പ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ ചോദിച്ചു, ഞാൻ എന്തിനാ പോകുന്നത്? എന്നോട് എതിർക്കുന്നവനല്ലേ പോകേണ്ടത്? ഞാൻ പെട്ടെന്ന് ഈ വചനം കണ്ട്, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അപ്പൊ പെട്ടെന്ന് അവിടെയുള്ള ശത്രു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആ വ്യക്തികളല്ലേ. പക്ഷെ ഇവിടെ നോക്കി അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, എൻ്റെ അർത്ഥം മനുഷ്യരോടല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഒരു കാരണവും ഇല്ലാതെ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നു, നമുക്കെതിരെ പ്രവർത്തിക്കുന്നു, എതിരെ സംസാരിക്കുന്നു, അനാവശ്യമായിട്ട് നമുക്കെതിരെ കംപ്ലൈന്റുകൾ വരുന്നു, വെറുതെ ഒരു എതിർപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഒരു കാരണവുമില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് ജഡമല്ല എനിക്കെതിരെ പ്രവർത്തിക്കുന്നത്, ജഡരക്തമല്ല. പിന്നെയോ വാഴ്ചകളും അധികാരങ്ങളും അന്ധകാരത്തിന്റെ ദുഷ്ടാത്മ സേനയോട് അത്ര. ഒരു കാര്യം ഉറപ്പിച്ചോണേ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു എതിർപ്പുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അവിടെ ഒരു വളർച്ചയുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് എവിടെയാണോ എതിർപ്പുള്ളത്, ഒരു കാര്യം ഉറപ്പിച്ചോ, നിങ്ങൾ അവിടെ വളരുമെന്ന് പിശാചിന് മനസ്സിലായി. നിങ്ങൾക്കൊരു വളർച്ച ഉണ്ടെങ്കിൽ, ലത സിസ്റ്ററെ മൈക്ക് മ്യൂട്ട് ചെയ്തേ. നിങ്ങൾക്ക് എവിടെയാണോ വളർച്ചയുള്ളത് അവിടെ പിശാചിന് സെൻസ് ചെയ്യാൻ കഴിയും. നിങ്ങളൊരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ, ദൈവത്തിന്റെ അഭിഷേകമുള്ള വ്യക്തിയാണോ, നിങ്ങൾ കാല് കുത്തിയാൽ പിശാചിന് മുഴുവൻ മനസ്സിലായില്ലെങ്കിലും അവനറിയാം എന്തോ ഇവിടെ സംഭവിക്കും. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, ഞാൻ എന്തിനാണ് പോകുന്നത്? കാര്യം എൻ്റെ വചനം, ദൈവവചനം എന്നോട് പറയുന്നു. നോക്കി, നിങ്ങൾക്ക് വാക്യം കാണാൻ പറ്റുന്നുണ്ടോ? വചനം എന്നോട് പറയുന്നു, എനിക്ക് പോരാട്ടമുണ്ട്, എനിക്ക് ഫൈറ്റ് ഉണ്ട്, പക്ഷെ ജഡരക്തങ്ങളോടല്ല, പകരം വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ. അപ്പൊ ഇന്നലെ ഞാനത് പറഞ്ഞായിരുന്നു, എന്താണ് ഈ സ്വർലോകത്തിൽ ദുഷ്ടാത്മസേന എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല, ഇത് രണ്ടാമത്തെ ഭാഗമാണല്ലോ. ആമേൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ജഡരക്തമല്ല. ഇനി ശ്രദ്ധിച്ചോണേ, ഈ പിശാചിനെ പറ്റി ബൈബിൾ പറഞ്ഞു, ഇവനൊരു ആത്മാവാണ്. യേശു തന്നെ പറഞ്ഞുകൊണ്ട്, സാത്താൻ ആത്മാവാകുന്നു. ഇവൻ എപ്പോഴും ഒരു ശരീരം വേണം. അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തിന്റെ അകത്ത് ഇവൻ എന്ത് ചെയ്തു? പാമ്പിന്റെ രൂപത്തിൽ, അതായത് പാമ്പിന്റെ ശരീരത്തിൽ പ്രവേശിച്ചവൻ എന്ത്. അങ്ങനെ നമുക്ക് പലയിടത്തിലും കാണാൻ പറ്റും. വെളിച്ചപ്പാടത്തിൽ നിന്നുകൊണ്ട് ദൂത് പറയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവൻ എപ്പോഴും ഒരു ശരീരം വേണം. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുവാൻ വേണ്ടി പലപ്പോഴും അവൻ ആളുകളിൽ പ്രവേശിച്ച്, അവൻ ആളുകളെ എടുത്ത് അവരുടെ മനസ്സും ചിന്തകളും വായും ഉപയോഗിച്ച് നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറയുമ്പോൾ വിശ്വാസി എന്തിനാണെന്നറിയാവോ? വിശ്വാസി ഓടി വന്ന് കരയും, എൻ്റെ ബ്രദറെ എനിക്ക് അവിടെ വലിയ പോരാട്ടമാണ്, എന്നെ ഒരു തരത്തിൽ നിൽക്കാൻ സമ്മതിക്കുന്നില്ല, എനിക്ക് ഭയങ്കരമായിട്ട് വിഷയമാണ്. നമ്മളിങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് ദൈവത്തോട് ഇങ്ങനെ പരാതി പറയുക. ദൈവമാണെങ്കിൽ ഒരു മറുപടിയും തരുന്നുമില്ല. എന്തായിരിക്കും കാരണം? പറയാൻ പറ്റുമോ? ദൈവം എന്തുകൊണ്ടായിരിക്കും മറുപടി തരാത്തത്? ദൈവം എന്തുകൊണ്ടായിരിക്കും മറുപടി തരാത്തോ? മ്യൂട്ടെ. പ്രത്യേകിച്ച് അവിടെ ഒന്നും ദൈവത്തിന്റെ പ്രവർത്തനം ആവശ്യമില്ല. നമ്മളുടെ വിശ്വാസം. എന്റെ പ്രിയരെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞത് എവിടെ നിന്നാണ്? ആദ്യം തുടങ്ങിയത് എവിടെ നിന്നാണ്? നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? നിങ്ങൾ നോക്കിക്കേ, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. കർത്താവ് കയ്യിലോട്ട് വാളെടുത്ത് തന്നിട്ട് പിന്നെ തമ്പുരാൻ പറയണോ ഇനി വെട്ടണോന്ന്? നോക്കിക്കേ, എന്തുകൊണ്ടാണ് പലപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ പോയിട്ട് കർത്താവ് ഇതെന്താന്ന് പറഞ്ഞിട്ട് ഇത് മാറാത്തതിന്റെ കാരണം? കർത്താവ് എങ്ങനെ നിങ്ങളെ നോക്കിക്കൊണ്ട് താടിക്ക് വെച്ചുകൊണ്ട് കർത്താവ് നോക്കിയത് എന്തുവാ നിങ്ങൾ ചോദിക്കുന്നത്? ഞാൻ ഈ ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് സ്വർഗത്തിൽ നിന്ന് തന്നിട്ട്, നോക്കി, സ്വർഗത്തിലിരുന്ന വാളാ, ഇത് കൈ തന്നിട്ട് ഇവിടെ വന്ന് കരഞ്ഞോണ്ടിരിക്കുന്നു. കണ്ടോ?
അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വചനം എടുത്തിട്ട് ഞാൻ ആദ്യം അവരെ അനുഗ്രഹിക്കും. ഇതാണ് പത്രോസ്ലീഗയുടെ വചനം പറഞ്ഞത്, ദോഷത്തിന് പകരം ദോഷം ചെയ്ത്. ആദ്യം ശ്രദ്ധിച്ചോണേ, ഒരു വിശ്വാസിക്കെതിരെ ഒരു വ്യക്തി പ്രവർത്തിക്കാൻ വേണ്ടി പോയാൽ ആദ്യം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ ആ വ്യക്തിക്ക് അനർത്ഥം വരരുത്. ശ്രദ്ധിച്ചു കേട്ടോണേ, നിങ്ങൾക്കെതിരെ ഒരാൾ പ്രവർത്തിച്ചാൽ അത് അപകടമാണ്. ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന സമയത്ത് നമുക്കറിയാം, ദൈവം ഒരു മുദ്ര വെച്ചു. മുദ്ര വെച്ചത് ആമേൻ, കൈയിന്റെ മേലെ ഒരു മുദ്ര വെച്ചിട്ട് നിന്നെ ആരെങ്കിലും തൊട്ടാൽ വിവരം അറിയും. ദൈവം ഒരു മുദ്ര വെച്ച് കഴിഞ്ഞാൽ ആ മുദ്രയ്ക്ക് വിരോധമായി പ്രവർത്തിച്ചാൽ അത് നന്നല്ല. അതുകൊണ്ടാണ് പഴയ നിയമം വായിക്കുന്ന സമയത്ത് ദൈവം നേരിട്ട് യാക്കോബിന്റെ അമ്മായച്ചനാണ്, വലിയ നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വലിയ കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ്. കാര്യം ദുഷ്ടനൊക്കെയാണ്, ചെറിയ ചെറിയ ദുഷ്ടപരിപാടിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. തൻ്റെ യാക്കോബിന്റെ ഭാര്യമാരുടെ അപ്പനായതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, ലാബാനെ നീ യാക്കോബ് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ചെയ്യാൻ പോകരുത്. കാര്യം യാക്കോബ് ഇച്ചിരി ധൈര്യക്കുറവുള്ള ആളൊക്കെ, ഭയങ്കര വലിയ ബലശാലിയെ കണ്ടാലും ഇച്ചിരി പേടിയൊക്കെ അതിനുണ്ട്. എന്നാൽ ഒരു കാര്യം പറഞ്ഞോണേ, നീ അവന് ഗുണത്തിനും പോകരുതാ, ഗുണമായിക്കോട്ടെ ദോഷമായിക്കോട്ടെ അവനെതിരെ ചെയ്യരുത്, അവനോട് ദോഷം ചെയ്യരുത്. ചെയ്താൽ അവന്റെ മേലൊരു പ്രോമിസ് കിടപ്പുണ്ട്, നിന്നെ എതിർക്കുന്നവനെ യഹോവ തോപ്പിക്കും. കണ്ടോണം, ഇത് കിടക്കുന്നിടത്തോളം കാലം നീ അവനെതിരെ എന്ത് ചെയ്താലും ലാബാനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അവൻ ആ അനുഗ്രഹത്തെ ആക്റ്റീവ് ആക്കിയിട്ടിരിക്കുക. ശ്രദ്ധിച്ച്, അവൻ ആ ബ്ലെസ്സിങ്ങിനെ ഒരു മിനിറ്റ്, യൂട്യൂബിൽ നമുക്ക് പ്രാർത്ഥന ഇപ്പം ഇല്ല, ഫേസ്ബുക്കിൽ മാത്രമല്ല. കാര്യം ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിനൊരു കേട് വന്നായിരുന്നു. അപ്പം അത് ശരിയാക്കി കിട്ടിയതേ ഉള്ളൂ. അപ്പം എനിക്കിത് സെറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇന്നും ലൈവ് ഇല്ലാഞ്ഞത്. അതായത് ഫേസ്ബുക്കിൽ മാത്രമേ ഇപ്പം ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ, യൂട്യൂബിലില്ല. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിച്ചോണേ, യൂട്യൂബിൽ ഇന്നില്ല, അപ്ലോഡ് ചെയ്യത്തേ ഉള്ളൂ, ലൈവ് ഫേസ്ബുക്കിൽ മാത്രമേ ഉള്ളൂ. ആമേൻ. നോക്കിക്കേ, അപ്പൊ നിങ്ങൾ ഒരിക്കലും ആദ്യം ഞാൻ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആവർത്തന പുസ്തകത്തിന്റെ അകത്ത് എന്ത് ചെയ്തു, എന്നോട് എതിർക്കുന്ന ശത്രുക്കൾ കർത്താവെ ആ വ്യക്തിയല്ല, ആ വ്യക്തിക്കകത്തു പ്രവർത്തിക്കാൻ ആദ്യം തന്നെ പ്രാർത്ഥിച്ചു. കർത്താവെ ആ വ്യക്തി, ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ ദൈവഹിതമെങ്കിൽ രണ്ട് കാര്യമാണ്, ഈ വ്യക്തി ഇവിടെ നിൽക്കും, അല്ലെങ്കിൽ ഈ വ്യക്തി ഇവിടുന്ന് മാറിപ്പോകും. ഇത് രണ്ടും ആദ്യം പറഞ്ഞു. ആ വ്യക്തിയുടെ ശരീരത്തെ ആത്മാവിന് ദോഷം വരരുത്, പകരം ദുരാത്മാവിന്. ഞാൻ എന്നിട്ട് ഇവർ ഭയങ്കര വിഷയമാണ്, ഞാൻ കംപ്ലൈന്റ് ചെയ്യാൻ പോയില്ല, ഞാൻ യുദ്ധം ചെയ്യാൻ തുടങ്ങി. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാളെടുക്കും. എന്നിട്ട് പറഞ്ഞു, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, നിർത്തിയില്ല, പറഞ്ഞുകൊണ്ടിരുന്നു. ഇവർ തുടർന്നുകൊണ്ടേയിരുന്നു. ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഇവരുടെ ആൾക്കാരെ എല്ലാം കൂട്ടി. ഏതൊക്കെ ആൾക്കാരാണ് വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ ലോകാധിപതിയും സ്വർലോകത്തിൽ ദുട്ടാത്മസേന എല്ലാ പരിപാടിയും ഒരുമിച്ച് വന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ വെട്ടിക്കൊണ്ടേയിരിക്കും. അവന് വാളില്ല, നമുക്ക് വാളുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർക്കേണ്ടതെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അവന്റെ ആയുധത്തെ, കൊലോസ്യർക്കെതിരെ ലേഖനം അധ്യായത്തിൽ യേശുക്രിസ്തു ആയുധവർഗം വെപ്പിച്ചു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ യേശുക്രിസ്തു അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അവന് ആയുധമില്ല, എനിക്ക് ആയുധമുണ്ട്. ഞാൻ ഈ ആയുധം ഉറയിലിട്ടുകൊണ്ട് ദൈവസന്നിധി പോയി കരഞ്ഞുകൊണ്ടിരിക്കുക ഇല്ല. ഞാൻ തമ്പുരാന്റെ സന്നിധി കരയാതെ ഉറയിൽ നിന്നും വചനമെന്ന വാളെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, പറയാൻ തുടങ്ങി, എന്നോട് എതിർക്കുന്ന ശത്രുക്കൾ, വാഴ്ചകളെ, അധികാരങ്ങളെ, അന്ധകാരത്തിന്റെ ലോകാധിപതികളെ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയെ യഹോവ നിന്നെ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോവും. ശ്രദ്ധിച്ച് ഇനി കേട്ടോണേ. ഹല്ലേലൂയ. നമുക്ക് പഴയ നിയമം വായിക്കുന്ന സമയത്ത് ഗിദെയോൻ മിദ്യാൻ സൈന്യത്തിന്റെ പാളയത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ആ മൺകുടം ഉടഞ്ഞു തീ കത്തിച്ചപ്പോഴേക്കും എന്താ സംഭവിച്ചത്? ബൈബിൾ വായിച്ച ആർക്കെങ്കിലും ഓർമ്മയുണ്ടാ കാര്യം? എന്താ അവിടെ മിദ്യാൻ സൈന്യത്തിന് എന്നാ പെട്ടെന്ന് സംഭവിച്ചത്? എന്നാ സംഭവിച്ചത്? പേടിച്ചോടിയാണോ ചെയ്തത്? അവരെന്നാ സംഭവിച്ചത്? അവർ തമ്മിൽ എന്ത് ചെയ്തു? അവർ തമ്മിൽ വെട്ടി. എന്ന് ആലോചിച്ച് നോക്കിയേ, യുദ്ധം ചെയ്യാൻ വന്നവര് തമ്മിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ആമേൻ. ഗിദെയോൻ മൺകുടമുടച്ച് തീ കത്തിച്ചപ്പോഴേക്കും ഗിദെയോൻ യുദ്ധം ചെയ്യേണ്ട ആവശ്യം വന്നില്ല, പകരം അവർ തമ്മിൽ യുദ്ധം ചെയ്യുവാൻ തുടങ്ങി. കണ്ടോ? ഇത് തന്നെ അവിടെ സംഭവിച്ചു. എതിരെ നിന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് ചെയ്യാൻ തുടങ്ങി? കലഹങ്ങളുണ്ടായി.
അവസാനം എതിർത്തു വന്ന വ്യക്തികൾ, ഞാൻ ആ വ്യക്തികളെ പറയുമല്ല, ആ വ്യക്തികളുടെ മേൽ പ്രവർത്തിച്ചത് ദുരാത്മാക്കൾ അവരെ വിട്ട് പോകുകയും ചിലതിനെ ദൈവം അവിടെ നിന്ന് എടുത്ത് മാറ്റുകയും ഞാൻ അവിടെ നിൽക്കുകയും ചെയ്തു. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ആമേൻ. ഇനി ബ്രദർ മിടുക്കനായതുകൊണ്ടാണോ? ആണോ? അല്ല അല്ല, അല്ല, അല്ല. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. ബ്രദറിനേക്കാൾ മിടുക്കന്മാരാണ് അവരെല്ലാവരും. പക്ഷേ നമ്മുടെ കയ്യിൽ ആയുധമുള്ളിടത്തോളം കാലം, നോക്കിക്കേ, ആത്മാവിന്റെ വാളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മയുദ്ധം. ഒരു വിശ്വാസി എപ്പോഴും ഓർത്തോണം, യുദ്ധത്തിലാണ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളോട് നമ്മൾ യുദ്ധം ചെയ്യണം. നമുക്കെതിരെ നിൽക്കുന്ന പ്രവശ്യങ്ങളോട് നമ്മൾ യുദ്ധം ചെയ്യണം. അങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്താണ്, ശ്രദ്ധിച്ചോണേ, അങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് റിസൾട്ടുകൾ കാണാൻ പറ്റുന്നത്. ആമേൻ. പ്രാർത്ഥന ഒരിക്കലും വാളല്ല. ശ്രദ്ധിച്ച്, പ്രാർത്ഥന വാളല്ല. എഫേസ്യ ലേഖനത്തിൽ പറയുന്ന ദൈവവചനമെന്ന ആത്മാവിന്റെ വാളെടുത്തോണ്ട്, നോക്കിക്കോ, വാക്കുകൊണ്ടോ, 6-ാം അധ്യായം എഫേസ്യർ 6:17, ദൈവവചനമെന്ന ആത്മാവിന്റെ വാളെടുത്തുകൊണ്ട് നിൽക്കണം. ഇനി പ്രാർത്ഥന എന്താണ്? എഫേസ്യർ നമ്മൾ കൊരിന്ത്യരിൽ പല ആവർത്തി പ്രാർത്ഥിച്ചു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, അവന്റെ ബുദ്ധിയോ. അപ്പൊ ആത്മാവിന് ശക്തി കൊടുക്കുന്നതാണ് അന്യഭാഷ. ആത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയ ബലം നമുക്കുണ്ടാവും. യുദ്ധം ചെയ്യണമെങ്കിൽ പടയാളിക്ക് വാള് മാത്രം പോരാ, പകരം ശക്തി വേണം, അല്ലേ? ഇപ്പൊ കഞ്ഞിയും വെള്ളം ഒന്നും കുടിക്കാത്ത, ഒരു ബിരിയാണി പോലും കഴിക്കാത്ത, പച്ചവെള്ളം പോലും കുടിക്കാത്ത ഏതെങ്കിലും ഒരു പടയാളി യുദ്ധത്തിന് പോയാൽ എന്നാ സംഭവിക്കും? ആ വാളുമായിട്ട് ശത്രുവിന്റെ മുമ്പിൽ പോയി തളർന്ന് വീണ് തകർന്നു പോകും. എന്നാൽ ഒരു എന്താ പറയുന്നത്, ആ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്ന പടയാളി നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ച് വ്യായാമമൊക്കെ ചെയ്ത് ആ വാളെടുത്താൽ അവന് യുദ്ധം ചെയ്യിക്കുവാൻ പറ്റും. ഇത് തന്നെയാണ് ആത്മമനുഷ്യൻ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മമനുഷ്യന്റെ മസിൽസുകൾ സ്ട്രെങ്ത് ആകുന്നു. ദൈവവചനം എന്ന വാളെടുത്ത് പിടിക്കുവാൻ നമുക്ക് ശക്തി വ്യാപരിക്കുന്നു. അവിടെ നമ്മൾ തളർന്നു പോകത്തില്ല. ബുദ്ധിമണ്ഡലങ്ങളെ കവർ ചെയ്യുന്ന രീതിയിൽ ആത്മാവിൽ നമ്മൾ യുദ്ധം ചെയ്യുന്നു. ഇനി ശ്രദ്ധിച്ചേ, പലപ്പോഴും നിങ്ങളുടെ വീടിന്റെ അകത്തോ ദേശത്തിന്റെ അകത്തോ നിങ്ങൾ എവിടെ പോയാലും ആളുകൾ നിങ്ങൾക്കെതിരെ വരുമ്പോൾ ഉറപ്പിച്ചോ, അവരുടെ അകത്തിരിക്കുന്ന ദുഷ്ടാത്മ സേനകൾ അവർക്ക് മനസ്സിലായി. ഇതിന് ശ്രദ്ധിച്ചാൽ പറയാം, നിങ്ങൾക്ക് എവിടെയാണോ ഇപ്പോൾ കുഴപ്പം, എവിടെയാണോ നിങ്ങൾക്ക് എതിരെ പ്രവൃത്തി നടക്കുന്നത്, അവിടെ നിങ്ങൾക്കൊരു അനുഗ്രഹം ഇരിപ്പുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞ്, എനിക്കൊരു അനുഗ്രഹം ഇരിപ്പുണ്ടെന്ന് പറ. നമ്മൾ ഓർക്കും, നമുക്ക് ഈ എതിർപ്പുള്ള സ്ഥലം നമുക്കൊരു ടെൻഡൻസി ഉണ്ട്. മനുഷ്യൻ്റെ ഒരു ടെൻഡൻസി ഉണ്ട്. നമ്മൾ ഈ എതിർപ്പ് വരുമ്പോൾ പയ്യെ ഓടും. നമ്മുടെ മൈൻഡ് സെറ്റപ്പ് അങ്ങനെ, ഒന്ന് പോയേക്കാം, എന്നാൽ പിന്നെ ഇവിടുന്ന് മാറിയേക്കാം. നമ്മുടെ ഒരു സഹജ സ്വഭാവം അത്. ഇത് പിശാചിനറിയാം. നമ്മുടെ ബുദ്ധിയുടെ ചിന്തയെന്ന് പറഞ്ഞാൽ, ഒരു പ്രശ്നം വന്നാൽ അവിടുന്ന് രക്ഷപ്പെടുക എന്നൊരു ചിന്ത നമുക്കുണ്ട്. അതാണ് പഴയ നിയമം വായിക്കുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് ദേശത്ത് വലിയൊരു ക്ഷാമം ഉണ്ടായി. ഇസഹാക്ക് പെട്ടെന്ന് തീരുമാനിച്ച് ഇവിടുന്ന് വിട്ടേക്കാം. കാര്യം ദേശത്ത് വലിയ ക്ഷാമം ഉണ്ടാകാൻ വേണ്ടി പോകുന്ന പ്ലാൻ ഉണ്ടായപ്പം ഉടനെ എന്ത് ചെയ്തു, ഇവിടെ വിട്ട് പോയേക്കാമെന്നൊരു പ്ലാൻ ഉണ്ടായ സമയത്ത് പെട്ടെന്ന് യഹോവ ഒരു വാക്ക് പറഞ്ഞു, മോനെ നീ ഇവിടുന്ന് പോകരുത്. ഉടനെ ഇസഹാക്ക് എന്ത് ചെയ്യുന്നറിയാവോ, ഉടനെ യഹോവയെ പഠിപ്പിച്ച്, യഹോവയെ വലിയ ക്ഷാമം വരാൻ വേണ്ടി പോവാ, ഭയങ്കര വലിയ വിഷയമാണ്. ക്ഷാമം വന്നാൽ പിന്നെ പട്ടിണിയാണ്, കയ്യിൽ കാശൊന്നും കാണത്തില്ല, കൃഷിയൊന്നും ആരും ഒരു മനുഷ്യൻ പോലും ഇവിടെ കാണത്തില്ല, എല്ലാം കൊണ്ട് നശിച്ചു പോകും, പട്ടിണിയാകും, എല്ലാം കുഴപ്പം. തമ്പുരാൻ പറഞ്ഞു, നീ പേടിക്കണം, നീ ഇവിടുന്ന് പോകരുത്. ഈ ക്ഷാമകാലത്ത് നിനക്ക് ഞാൻ ക്ഷേമമായി നിന്നെ ഞാൻ നടത്തും. അതെങ്ങനെയാ ഈ സീക്രട്ട്? കാര്യം ഞാനാണ് നിന്റെ പ്രൊവൈഡർ. ലോക മനുഷ്യൻ ഓടി രക്ഷപ്പെടുമ്പോൾ നീ അവിടെ നിൽക്കുക. ഇതാണ് യുദ്ധം. ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം, ഒരു പ്രശ്നം വരുമ്പോൾ കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് എന്ത് ചെയ്യരുത്? നോക്കിയേ, അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമം, ഉൽപ്പത്തി 26 ആ ദേശത്തൊരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഗെരാരിൽ ഫെലിസ്തരുടെ രാജാവായ അബിമല്ലെക്കിനടുക്കിലേക്ക് പോയി. യഹോവ അവന് പ്രത്യക്ഷനായി അരുളിച്ചെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിച്ച ദേശത്ത് നീ പാർക്കുക, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും,
നിന്റെയും നിന്റെ സന്തതികളും ഈ ദേശമൊക്കെയും തരും. നിന്റെ ദൈവമായ പിതാവായ എബ്രഹാമോട് ഞാൻ ചെയ്ത സത്യം അത് നിവർത്തിക്കും. നോക്കിക്കേ, ഇതാണ് ദൈവത്തിന്റെ പ്രത്യേകത. നമ്മളെ, നമ്മുടെ തലമുറകളെയും അനുഗ്രഹിക്കും. ഇവിടെ നോക്കിക്കേ, ഈ പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന ടെൻഷൻ ഇസ്ഹാക്കിനുണ്ടായി. ഉടനെ തമ്പുരാൻ ഇടപെടുക, ഇസ്ഹാക്കെ പോകരുത്, നീ മിസ്രൈമിൽ പോയിട്ട് എന്തേലും മേടിച്ച് കഴിക്കാൻ വേണ്ടി പോകരുത്, നീ നിൽക്കുക, ഈ ക്ഷാമം, വലിയ ക്ഷാമം വരാൻ വേണ്ടി പോവാ, ഈ ക്ഷാമകാലത്തും ഞാൻ നിന്നെ നടത്തും. അപ്പൊ ഒരു ചിന്ത, എല്ലാവരും പേടിച്ചോടുമ്പോൾ ഞാൻ എന്നാ ചെയ്യും? ഫൈറ്റ് ചെയ്യണം. നിങ്ങളെ വാക്കുകൊണ്ടോ? യഹോവ ഉടനെ ഒരു ആയുധം കൊടുത്തു, യഹോവ ഉടനെ ഒരു വാൾ കൊടുത്തു. ഞാൻ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. കണ്ടോ, ഇത് വാളാ, വചനവാ. ഉടനെ ഇസ്ഹാക്ക് ഇങ്ങനെ മുറുക്കെ പിടിക്കും. അയൽപക്കത്തിലെ ചേട്ടനും ചേച്ചിയും പറയും, എന്റെ ഇസ്ഹാക്ക് ഇവിടുന്ന് വിട്ടേക്കാൻ കാര്യം, വലിയ ക്ഷാമം വരാൻ പോ, പട്ടിണി കിടന്ന് ചാകും, നീയും നിന്റെ തലമുറയും തീരും. ഉടനെ ഇസ്ഹാക്ക് ഉറയിൽ നിന്നും വാളെടുത്തിട്ട് പറയും, യഹോവ എന്റെ കൂടെയുണ്ട്, ഞാൻ അനുഗ്രഹിക്കപ്പെടും. കണ്ടോ, ഞാൻ ചിന്തിക്കുക, ക്ഷാമകാലത്തും ഇസ്ഹാക്കിന്റെ മുളകൾ പൊട്ടി പുറത്തു വരാൻ തുടങ്ങി, ഇസ്ഹാക്കിന്റെ ഗോതമ്പ് വർദ്ധിക്കാൻ തുടങ്ങി, ഇസ്ഹാക്കിന്റെ ആട് മാടുകൾ വർദ്ധിക്കാൻ തുടങ്ങി, പാല് വർദ്ധിക്കാൻ തുടങ്ങി, കാര്യം എന്തുവാ? ഇസ്ഹാക്ക് ആ മൃഗത്തിനും തന്റെ നന്മയ്ക്കും ആ യഹോവയുടെ വചനം കൊടുക്കാൻ തുടങ്ങി. അവൻ ശത്രുവിനെ വെട്ടാൻ തുടങ്ങി, ക്ഷാമത്തെ വെട്ടാൻ തുടങ്ങി. ആമേൻ. നോക്കിക്കേ, അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, വിശ്വാസ ജീവിതം ഒരു യുദ്ധമാണ്. ഇത് പലരും തെറ്റിദ്ധരിക്കപ്പെട്ട് പോരാട്ടം ബന്ധനം നാക്കി വെച്ചു. എന്തോ ഈ പോരാട്ടം ബന്ധനം? പിശാച് വട്ടിലെ കുസ്തിപിടുത്തമല്ല വിശ്വാസ ജീവിതം. പകരം നിങ്ങൾക്കെതിരെ വരുന്നതിനെ വെട്ടിക്കളയുവാൻ നിങ്ങൾക്ക് മനസ്സിലാകണം. ആത്മമണ്ഡലത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുവാൻ പഠിക്കണം. അതുകൊണ്ടാണ് നമ്മൾ വീടിന്റെ അകത്ത് വചനം പറയണം. നിങ്ങൾക്ക് ജോലി സ്ഥലത്തേക്ക് ഒരു പ്രശ്നം വന്നു, ഉടനെ എൻ്റെ ബ്രദറെ എനിക്ക് ചത്താൽ മതി, ഞാൻ എന്തിനാ ജീവിക്കുന്നത്, എല്ലാവരും എനിക്കെതിരാണ്, അവിടുത്തെ ഓഫീസർ എതിരാണ്, അവിടുത്തെ അധികാരങ്ങൾ എനിക്കെതിരാണ്, നാട്ടുകാർ എനിക്കെതിരാണ്, അവിടുത്തെ ടീം എനിക്കെതിരാണ്, ആൾക്കാർ എനിക്കെതിരാണ്. അവിടെ നിന്നുകൊണ്ട് പറ, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഏത് വഴിയാണോ വന്നത്, അവർ 7 വഴിയായി ഓടിപ്പോകും. കണ്ടോ, യുദ്ധം ചെയ്യ്. ഒറ്റപ്പെടുത്തിയാലും പേടിക്കരുതേ. ചിലപ്പോൾ പലപ്പോഴും പലർക്കും, ബ്രദറെ ഞാനിപ്പോൾ ഒറ്റപ്പെട്ട ജോലി സ്ഥലത്ത്, പേടിക്കരുതേ. യഹോവ, നോക്കി ഈ വാക്ക് കണ്ടോ, നിങ്ങൾ ഈ വാക്ക് കണ്ടോ, ഉൽപ്പത്തിയിലെ വാക്ക് കണ്ടോ, ഞാൻ നിന്റെ കൂടെ ഇരുന്ന്, കണ്ടോ, ഞാൻ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. അപ്പൊ ആരെന്റെ കൂടെയുണ്ട്? ഒന്ന് പറ, ഉറക്കെ പറ, വചനപ്രകാരം ഒന്ന് പറ, ആരെന്റെ കൂടെയുണ്ട്? കണ്ടോ? അപ്പൊ നിങ്ങൾ പരാതി പറയാ, ബ്രദറെ എന്റെ കൂടെയുള്ള ജോലി ചെയ്യുന്നവരെല്ലാം എനിക്കെതിരെ ഇപ്പൊ അവർക്കെതിരെ പഴി പറഞ്ഞ് എന്നെ ഒറ്റപ്പെടുത്തി, ഞാനാണ് എന്റെ പ്രിയരെ അവർ ഒറ്റപ്പെടുത്തിയപ്പോ യഹോവ കൂടെ വന്നിരുന്നു. ഏതാ വേണ്ടത്? യഹോവ വേണോ ഒറ്റപ്പെടുത്തിയവർ വേണോ? ഏതാ വേണ്ടത്? യഹോവ കൂടെ ഉണ്ടെങ്കിൽ ഒറ്റപ്പെടുത്തിയവരെല്ലാം മടങ്ങി വരും, എല്ലാം മടങ്ങി വരും. നമുക്ക് യോസേഫിന്റെ ചരിത്രം പഠിക്കാം. പൊട്ടക്കിണറ്റിൽ കൊണ്ട് തള്ളിയിട്ട് പൊത്തിപ്പറിന് വിറ്റുകൊടുത്തു, അവൻ മരിച്ചുപോയെന്ന് പറഞ്ഞ് ലോകം മുഴുവൻ, ദേശം മുഴുവൻ പരത്തി. അവസാനം യോസേഫെ, നീ ഇല്ലാതൊരു കളി നടക്കത്തില്ല എന്ന രീതിയിൽ സഹോദരന്മാര് അവന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിക്കുവാൻ തക്കവണ്ണം ദൈവം വലിയവനാ. കേട്ടേ, കണ്ടോ, ദൈവം വലിയവനാ. ഇന്ന് എതിർക്കുന്ന വ്യക്തികളെ ഓർത്ത് ഭാരപ്പെടരുത്. ബ്രദറെ ഞാൻ ഒറ്റപ്പെട്ടു പോയി. ബ്രദറെ, ഒറ്റപ്പെട്ടിട്ടില്ല, നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല. യഹോവ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, യേശു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൂത സംഘം നിങ്ങളുടെ കൂടെയുണ്ട്. ഇത്രയേ ഉള്ളപ്പോ പിന്നെ നമ്മൾ എന്ത് പേടിക്കാനാ? പക്ഷെ യുദ്ധം ചെയ്യണം. പെട്ടെന്ന് യാക്കോബ് പറയുക, എന്നാ പിന്നെ ഞാൻ ഇവിടുന്ന് വിട്ടു പോയേക്കാം, കാരണം വെച്ചാൽ എന്നാ ചെയ്യാനാ, ക്ഷാമമാണ്, എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞ് ഇവിടുന്ന് വിട്ടേക്കാന്ന്, നാട്ടുകാരെല്ലാം പറഞ്ഞ് നമുക്ക് എല്ലാം പട്ടിടന്ന് മരിക്കുമെന്ന്. എന്നാൽ ഇല്ല, യാക്കോബ് പറയാം, ഒറ്റക്കാണേലും ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കും. നിങ്ങൾ എപ്പോഴും ഓർത്തോളം, ഞാൻ ഓടത്തില്ലെന്ന് തീരുമാനിക്കണം. ഭവനത്തിന്റെ അകത്ത് ഇതേപോലെ തന്നെ പിശാച് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകളുടെ ഹൃദയത്തെ കവർന്നെടുത്ത് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ, നിങ്ങൾ യുദ്ധം ചെയ്യണം. ഭർത്താവ് പറയുകയാണ്, ബഹളം വെക്കുവാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സൗരി പറഞ്ഞില്ലേ, മദ്യപാനിയായ ഭർത്താവ്, വർഷങ്ങളായിട്ട് മദ്യപാനത്തിന്റെ അടിമയായ ഭർത്താവ്, ഭയങ്കര വിഷയക്കാരനായിരുന്നു, മദ്യപാനം നിർത്തുന്നില്ല, ഭയങ്കര ബഹളമൊക്കെയായിരുന്നു. സഹോദരി ദൈവത്തിന്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ നിമിഷം നിങ്ങൾ കേട്ടല്ലോ, ഇന്നലെ സാക്ഷി നമ്മൾ കേട്ടായിരുന്നല്ലോ, ആ മനുഷ്യൻ മദ്യപാനത്തോടുള്ള ടെൻഡൻസി, അത് കുടിച്ചില്ല നിൽക്കാൻ പറ്റാത്ത ആളായിരുന്നു.
വിട്ടുമാറി. ഇപ്പൊ ഒരു കുടിയില്ല, ഒന്നുമില്ല, സമാധാനം. കണ്ടോ എന്താ അവിടെ സംഭവിച്ചത്? യുദ്ധം ചെയ്തു. മദ്യപാനത്തിന്റെ ദുരാത്മാവിനോട് യുദ്ധം ചെയ്തു. ഇതേപോലെ ദൈവത്തിന്റെ വചനം വെച്ച് നാം യുദ്ധം ചെയ്യണം. നമ്മൾ പലപ്പോഴും ദൈവസന്നിധി പറയും, ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. പ്രാർത്ഥന നിങ്ങളുടെ ആത്മാവിന് ബലം തരികയാ. പക്ഷെ ആത്മാവിനെ വെട്ടണമെങ്കിൽ വാള് വേണം, അറിയാവോ? അന്യഭാഷ പറയുമ്പോൾ നമ്മുടെ ആത്മാവ് ശക്തിപ്പെടും. നിങ്ങൾ പ്രാർത്ഥനയ്ക്കൊക്കെ പോയി അവിടെ പോയി ബ്രദർമാർ തലയിലെ കൈവച്ച് പ്രാർത്ഥിച്ചു, അവിടെ പോയി ആരാധിച്ച് സ്വോത്രമൊക്കെ പറയുമ്പോഴേക്കും ആത്മാവ് ബലമാണ്. ഞാൻ കേട്ടണം, ഈ യുദ്ധം നടക്കുന്ന സമയത്ത് പടയാളികളെല്ലാം കൂടെ വലിയ മസിലൊക്കെ ആയിട്ട്, ഭയങ്കര വലിയ ബോഡിയൊക്കെ ആയിട്ട്, എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് പട്ടാളക്കാരെല്ലാം കൂടെ പോയി ആ ഒരു യുദ്ധ സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ ആയുധമില്ല. എന്നാ സംഭവിക്കും എന്ന് പറ? ആയുധമില്ല, എന്നാ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? കണ്ടോ, വലിയ മസിൽ ഉണ്ടായിട്ട് കാര്യമില്ല, എക്സസൈസ് ചെയ്തുകൊണ്ട് കാര്യമില്ല, ആയുധം വേണം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിന്റെ അകത്ത് പറയുന്ന വാക്കുകൊണ്ടോ, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. അപ്പൊ വാള് മാത്രം മതി, പോരാ. തൊട്ട് പോലത്തെ വാക്യം പറഞ്ഞു, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഹല്ലേലൂയ. ഇതാണ് പ്രാർത്ഥനയും വചനവും. ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. പ്രാർത്ഥിക്കണം, വചനം പറയണം. പ്രാർത്ഥിക്കണം, വചനം പറയണം. ബ്രദറെ ഞാൻ വചനം പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, വചനം പറയുന്നുണ്ടോ? രണ്ടും ഈക്വലാ. കാര്യം ആരോഗ്യവും വചനവും രണ്ടും രണ്ടാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, ആത്മാവിൽ നിങ്ങൾ ശക്തി പ്രാപിക്കുന്നു. പക്ഷേ ആ ശക്തി കൊണ്ട് വെട്ടണമെങ്കിൽ വാള് വേണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആവർത്തന പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്കുകൊണ്ടോ, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും, തോൽപ്പിക്കും. എങ്ങനെ തോൽപ്പിക്കുന്നത്? നിങ്ങൾ ആദ്യം പറയണം, എന്നോട് എതിർക്കുന്ന ശത്രുക്കൾ. ഓർത്തോണേ, അവർ നശിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് രോഗം വരാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. ആ വ്യക്തിയല്ല ശത്രു, നിങ്ങളുടെ ആ വ്യക്തിയല്ല ശത്രു. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ ഭൂതമൊക്കെ ബാധിച്ചിരിക്കുന്ന ആളുകൾ ഈ ഭയങ്കര വലിയ അക്രമാസക്തമായിട്ട് എന്ത് ചെയ്യും? ചാടി വരും. ഇവരിങ്ങനെ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയൊക്കെ ചാടി വരും. പക്ഷെ ദൈവകൃപയാൽ അവിടെ നിന്നാൽ അവർ തൊടത്തില്ല. ഞാൻ ഒത്തിരി ഭൂത ഇളകിയവരെ കണ്ടിട്ടുണ്ട്. ആ വരവ് കണ്ടാൽ നമ്മളെ ഇപ്പൊ കൊല്ലുവന്ന രീതിയില്ല, ഒന്നും തൊടത്തില്ല. ഇതിങ്ങനെ ഇളകി മറിഞ്ഞു അവരുടെ സ്ട്രെങ്ത് കാണണം. ഞാൻ പണ്ട് പറഞ്ഞില്ലേ, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാ, ഒരു 10-70 കിലോയുള്ള 4 പേര് കൂടി പിടിച്ചിട്ട് പോലും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ നിൽക്കുന്നത് ആലോചിച്ച് നോക്കി. 75-80 കിലോയുള്ള ആൾക്കാർ പിടിച്ചിട്ട് പോലും ഈ ചെറുപ്പക്കാരൻ നിൽക്കുന്നില്ല. ഇവന് ഭൂതം ഇളകി, അവന്റെ ശക്തി ആലോചിച്ച് നോക്കി. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വച്ചാന്ന് ഓർത്തണം. എന്നാൽ അവിടെ ഉള്ള ദേവദാസം വന്നിട്ട് യേശുവിന്റെ നാമം പറഞ്ഞപ്പോഴേക്ക് 4 പേരെ പൊക്കിയെടുക്കാൻ ബലമുള്ള ഈ പിശാച് അവിടെ നിന്നു. കാര്യം നിങ്ങളുടെ അകത്ത് വചനം എന്ന വാളുണ്ട്. ഇത് അവൻ അറിയാം, വെട്ടുകൊണ്ടാ തീർന്നു. ഹല്ലേലൂയ. അപ്പൊ യുദ്ധം ചെയ്യണം പ്രിയരെ. ആ വിഷയം എന്താ നടക്കാത്തത്? ഞാൻ പറയും, യുദ്ധം ചെയ്യണം. ഞാൻ പറയും, ഈ ദിവസങ്ങളിൽ ജോലിത്തിരക്കൊക്കെ മാറ്റിവെക്ക്. ആ വചനം പറയാം, എല്ലാ ദിവസവും യുദ്ധം ചെയ്തിട്ട് ഇറങ്ങ്. ജോലി സ്ഥലത്തോട്ട് പോകുമ്പോൾ ആ കടഭാരം അങ്ങോട്ട് മാറുന്നില്ല ബ്രദറെ, എനിക്കറിയത്തില്ല എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ കൂട്ടുകാരൻ പറയുന്നു, ഭർത്താവ് പറയുന്നു, ഭാര്യ പറയുന്നു, പിള്ളേർ, നമുക്ക് എല്ലാവർക്കും കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്തേക്കാം. ഇതാണ് പിശാചിന്റെ ആഗ്രഹം. പക്ഷെ ദൈവത്തിന്റെ വചനം കണ്ടോ, യഹോവ എൻ്റെ കളപ്പുരകളെയും ഞാൻ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. കണ്ടോ, ഇത് യുദ്ധം ചെയ്യാനുള്ള വാളാ ഞാൻ തന്നിരിക്കുന്നത്. കടഭാരം അങ്ങോട്ട് മാറുന്നില്ല ബ്രദറെ, ആ വിഷയം അങ്ങോട്ട് തീരുന്നില്ല ബ്രദറെ, എനിക്കറിയത്തില്ല എന്നാണെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഒരു വഴി തുറക്കാൻ വേണ്ടി ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾ ഈ വചനം പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ബ്രദറെ? എനിക്ക് കടം തരാമെന്ന് പറയുന്ന ആൾക്കാരല്ല ഇപ്പൊ എന്നെ ബ്ലോക്ക് ചെയ്ത് വാട്സാപ്പിൽ. അവരെന്നെ ഫോൺ എടുക്കുന്നില്ല. ആ കൂടി വായ്പ തരുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവർ ഫോൺ എടുക്കുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് പ്രതീക്ഷ ലോണായിരുന്നു, അവർ പറയുന്നു നടക്കുന്നില്ല. പിന്നെ എങ്ങനെയാ ബ്രദറെ ഞാൻ ഈ വചനം പറയുമ്പോൾ ഈ നന്മ വരുന്നത്? ശ്രദ്ധിച്ച്, എങ്ങനെ വരും നമുക്ക് പറഞ്ഞു തരാം. താഴേക്ക് നോക്കിക്കേ. തക്ക സമയത്ത് ദേശത്ത് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാൻ യഹോവ നിനക്ക് നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. കണ്ടോ, റിസർവ് ബാങ്ക് അല്ല, ദൈവത്തിന്റെ ഭണ്ഡാരം തുറക്കാനുള്ള താക്കോലാണ് തൊട്ടുമുഴുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. യഹോവ എൻ്റെ കളപ്പുരകളെയും ഞാൻ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു.
എന്ന് പറയുമ്പോൾ ആകാശത്തെ സ്വർഗീയമായിട്ടുള്ള ബാങ്കിന്റെ കീയായി ഈ താഴെയുള്ള വചനം. അത് പറയുമ്പോൾ നല്ല ഭണ്ഡാരം തുറക്കും എന്നുള്ള വാക്ക് കണ്ടോ? യഹോവ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. അടുത്ത വാക്യത്തിൽ പറയുന്നു, നീ അനേക ജാതിക്ക് വായ്പ കൊടുക്കും, നീ വായ്പ വാങ്ങത്തില്ല. എന്റെ ബ്രദർ 500 ഉണ്ടായി തടന്താ എന്ന് ചോദിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ബ്രദർ പറയുക വായ്പ മേടിക്കത്തില്ലെന്ന്. ഇതെന്നെ പരിപാടിയാ? ഇതെന്നെ പരിപാടി ഇത്? ഇതാണ് യുദ്ധം. ഇതാണ് യുദ്ധം. ആത്മയുദ്ധം എന്ന് പറഞ്ഞാൽ വചനം എന്ന വാളെടുത്തുകൊണ്ട് വെട്ടണം. പോരാ, പ്രാർത്ഥിക്കണം. എന്നാ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ കർത്താവേ എന്നല്ല, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് ശക്തിപ്പെടും, ബുദ്ധി അഫലമാകും. എന്നിട്ട് വചനമെന്ന വാള് കൊണ്ട് വെട്ടുമ്പോൾ ശത്രു ഓടി രക്ഷപ്പെടും അവിടുന്ന്. അവന് മനസ്സിലാവും, ഇത് ഭയങ്കര മസിലുള്ള ആളാ വചനം എടുത്തിരിക്കുന്നത്, ഇത് ഭയങ്കര മസിലുകാരനാ വചനം എടുത്തിരിക്കുന്നത്. നോക്കിക്കേ, അവിടെ നമുക്കറിയാൻ പറ്റും, സിനഗോഗിന്റെ അകത്ത് എല്ലാ ദിവസവും അവിടുത്തെ പുരോഹിതന്മാർ വന്ന് ഭയങ്കര വചനപ്രസംഗമാ. പക്ഷേ 18 വർഷമായിട്ട് സാത്താൻ കൂനിയായിട്ട് ബന്ധിച്ച് അമ്മാമ അവിടെ നിന്ന് സ്വോത്രം പറയുന്നുണ്ട്. ആ ഭൂതം കൂടെ സ്വോത്രം പറയുന്നുണ്ട്. നോക്കിക്കേ, ഒരു വിഷയമില്ല, ഒരു പ്രശ്നവുമില്ല. പുള്ളി ഇരുന്നുകൊണ്ട് വചനം കേൾക്കുന്നുണ്ട്. പിശാശ് അമ്മച്ചിയുടെ മോളിൽ കയറിയിരിക്കുക കൂന് പോലെ. കണ്ടോ? അമ്മച്ചിയുടെ മുതുകെ കൂന് പോലെ പിശാശ് കയറിയിരുന്നുകൊണ്ട് പള്ളിക്കകത്ത് കയറിയിരിക്കുക. അവിടെ ഇത് പുരോഹിതനുണ്ട്, ഭയങ്കര വചനപ്രസംഗമാ. യേശു കയറി വന്നപ്പോ തന്നെ കണ്ടോ, തമ്പുരാൻ പറഞ്ഞു, ദുഷ്ട പിശാശെ 18 വർഷമായിട്ട് നീ കയറിയിരിക്കുവല്ലേ, ഇറങ്ങാൻ പറഞ്ഞു. കണ്ടോ? യേശു പറഞ്ഞപ്പോ എന്നാ പോയത്? ആത്മാവിന്റെ ശക്തിയോടെ. ലൂക്കോസ് പറയുന്നു, യേശു യെരുശലേമിലേക്ക് പോയി. കണ്ടോ? ഇപ്പൊ മനസ്സിലായോ? പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കും. അപ്പൊ നിങ്ങൾ വചനം പറയുമ്പോൾ ആ കൊള്ളുന്ന വെട്ട് സാത്താനെ 2 ആക്കി മാറ്റും. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയാത്ത വിശ്വാസി എന്ത് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഇവിടെ എല്ലാം നടന്നുകൊണ്ട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞു നടന്നുകൊണ്ട് ദൈവസന്നിധി പോയി കരയുക, ബ്രദറെ കർത്താവേ എന്നാ ചെയ്യും. കർത്താവാണ് ഒരു മറുപടിയും തരുന്നില്ല. നമ്മൾ പറയും, ഇതെന്ത് കർത്താവാ, ഇത്രയും ഞാൻ നിലവിളിച്ചിട്ടും എന്തുകൊണ്ടാണ് ദൈവം മറുപടി? തമ്പുരാൻ പറയും, ഉള്ള വാളെടുത്ത് തായി തന്നിരിക്കുക. സ്വർഗത്തിലെ മുഴുവൻ വചനവും നമുക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി ഒന്നും തരാനില്ല. അവിടുന്ന് ഉള്ള എല്ലാ ആയുധവും തന്നു സ്വർഗത്തിൽ നിന്ന്. അതും കൈ പിടിച്ചോണ്ട് കരയുക, എന്നാ ചെയ്യും. കർത്താവ് പറയുന്ന വചനം എന്ന വാളുകൊണ്ടൊന്ന് വെട്ടിക്കേ, ശത്രു അവിടുന്ന് 7 വഴിയായി ഓടിപ്പോന്ന് കാണാൻ പറ്റും. നമ്മുടെ നാട്ടുഭാഷ പറത്തില്ലേ, പുല്ല് പോലും മുളയ്ക്കുന്നതില്ല പിന്നെ പോയി കഴിഞ്ഞാൽ ഏരിയ. അതേപോലെ പിശാശ് അവിടുന്ന് ഓടും. കാര്യം അവൻ ആയുധമില്ല, നിങ്ങൾക്ക് ആയുധമുണ്ട്. അവന്റെ ആയുധത്തെ യേശു ആയുധവർഗം വെപ്പിച്ചു. നോക്കിയേ, ഇവിടെ വചനം പറയുന്നു, നീ അനേക ജാതിക്ക് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സാമ്പത്തിക നന്മ വേണോ? അതോ അച്ചായനോട് പറയാം, അച്ചായ ഒരു 10 രൂപ പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി. അച്ചായൻ പറഞ്ഞു, നിനക്ക് ദൈവം തരത്തില്ലേ, തിരിച്ച് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പോവാ. ഇനി ആമേൻ. 10 പേരെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി പോവാ. ആ കർത്താവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവാ. എങ്ങനെയാണ് സാമ്പത്തിക നന്മകളെ യുദ്ധം ചെയ്ത് മേടിക്കുന്നത്? ശ്രദ്ധിച്ചോണം. ഈ വചനത്തിൽ നിന്ന് മാറിപ്പോരുത്. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 3:9. അനുഗ്രഹം അനുഭവിക്കുവാൻ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നു. അപ്പൊ ഈ അനുഗ്രഹം എനിക്കുണ്ട്. എന്റെ ലൈഫ് പൊക്കോണ്ടിരിക്കുന്നത് മൊത്തം പ്രശ്നങ്ങളിലൂടെയാണ്. ഇവിടെ യുദ്ധം ചെയ്യണം. ദൈവം സാഹചര്യങ്ങളെ തിരിക്കുവാൻ കഴിയുന്നയാളാ. ഇനി വേറൊരു സത്യം മനസ്സിലാക്കിക്കുവാണെ, വിശ്വാസിക്ക് സാഹചര്യങ്ങളെ തിരുത്തുവാൻ പറ്റും. അതേ അധികാരം നമുക്കുണ്ട്. ഒരു വ്യക്തിയുടെ സാഹചര്യത്തെ തിരിക്കുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾക്ക് ആ കഴിവുണ്ട്, നിങ്ങൾക്ക് ആ എബിലിറ്റി ഉണ്ട്. പറയാം, മർക്കോസിന്റെ വചനത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. ദീസ് സൈൻ വിൽ അക്കമ്പനി ദോസ് ഹു ബിലീവ് എന്നാ പറഞ്ഞത്. ഈ അടയാളങ്ങൾ അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന പറഞ്ഞത്. ഏതടയാളമാണ്? മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന അടയാളം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവത്തിന്റെ അടയാളം നിങ്ങളിലൂടെ നടക്കും. നിങ്ങൾക്ക് അതിനെ തിരിക്കുവാൻ പറ്റും. നിങ്ങൾക്ക് അധികാരമാണ്. അതുകൊണ്ട് യേശു പറഞ്ഞ, സ്വർഗത്തിലെയും ഭൂമിയിലെയും താക്കോലും തരുക. നീ ഭൂമി കെട്ടിയ സ്വർഗത്തിൽ കെട്ട്, ഭൂമിയിൽ അഴിച്ച സ്വർഗത്തിൽ അഴിക്കും. ഈ അധികാരം നിങ്ങൾക്കുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാ? വചനത്തിലൂടെ. ആമേൻ. ശ്രദ്ധിച്ചോണേ. ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കോണേ, ഈ വാക്യം ആവർത്തന പുസ്തകത്തിനകത്ത് വാക്യം, എന്നിട്ട് എൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും, നീ അനേക ജാതിക്ക് വായ്പ കൊടുക്കും, വായ്പ മേടിക്കത്തില്ല, വായ്പ വാങ്ങത്തില്ല. ശ്രദ്ധിച്ചോണേ. അപ്പൊ ഇതിന് വിപരീതമാണോ ബ്രദറെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്? അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, വചനം എന്ന വാളുകൊണ്ട് വെട്ടണം. പ്രാർത്ഥന വേണം.
അന്യഭാഷാ പ്രാർത്ഥനയുടെ പ്രാധാന്യം ഞാൻ പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ പറയുന്നതിന്റെ കാരണം സ്പിരിച്വൽ സ്ട്രെങ്ത് നമുക്ക് ആവശ്യമാണ്. ആത്മയുദ്ധത്തിന് മനുഷ്യന് ബലം വേണം. അതുകൊണ്ടാണ് എഫേസ്യർക്കെതിരെ ലേഖനത്തിൽ ആദ്യം പറഞ്ഞു, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഒരു ദിവസം ബിരിയാണി കഴിച്ചു, 10 ദിവസത്തേക്ക് ബിരിയാണി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അന്നത്തേക്ക് വേണ്ടി മാത്രമുള്ളതാ. നാളെയും വിശക്കും, നാളത്തെ കഴിഞ്ഞും വിശക്കും. ഇതുപോലെ തന്നെ മനുഷ്യന് ദിവസവും വിശക്കും. വളർന്നുകൊണ്ടിരിക്കുക, ആഹാരം കൊടുത്തുകൊണ്ടേയിരിക്കണം. നോക്കിക്കേ, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകും. അപ്പൊ ശത്രു ഓടിപ്പോകും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? യുദ്ധം ചെയ്താൽ മതി. അപ്പൊ ഈ ദിവസങ്ങളിൽ ആദ്യം ചെയ്യേണ്ടത്, ഒരു പ്രശ്നം വരുമ്പോൾ ഓർത്തോണം ഇത് യുദ്ധമാണ്. എൻ്റെ ഇവിടെ പറഞ്ഞാട്ടെ, ഒരു പ്രശ്നം വരുമ്പോൾ മനസ്സിലാക്കണം ഇത് യുദ്ധമാണെന്ന് പറ. പ്രശ്നം വരുമ്പോൾ മനസ്സിലാക്കണം ഇവിടെ യുദ്ധത്തിന് നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് നമ്മുടെ സ്പിരിച്വൽ സ്ട്രെങ്ത്. പലപ്പോഴും നമ്മൾ ഈ ഒരു വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും തളർന്നു പോകാറുണ്ട്. അവിടെയാണ് ഞാൻ പലപ്പോഴും കൂട്ടായ്മയുടെ ശക്തി പറയുന്നത്. കൂട്ടായ്മ നമ്മൾ ആചരിക്കണം, തമ്മിൽ പ്രബോധിപ്പിക്കണം, തമ്മിൽ ബലപ്പെടുത്തണം, തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രവചിക്കണം. നിങ്ങൾ തമ്മിൽ അതുകൊണ്ടാണ് നിങ്ങൾ കൂട്ടായ്മയുടെ പ്രാധാന്യം പെരയ്ക്കാത്തിരുന്ന് ചിലപ്പോൾ നമ്മൾ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്, അല്ലേ? വചനമൊക്കെ പറയുമ്പോഴേക്കും ബ്രദറെ നടക്കുന്നില്ല, ക്ഷീണമാണ്. അപ്പോൾ നമ്മൾ ടയേർഡാകുമ്പോൾ വിശ്വാസത്തിൽ ബലപ്പെടുത്തുന്ന 2 സഹോദരിമാരുണ്ടെങ്കിലോ ഗുണമില്ലേ? ഞാൻ വിശ്വാസി വന്ന സമയത്ത് എൻ്റെ കൂടെ കുറച്ച് സഹോദരന്മാർ ആദ്യമുണ്ട്, എന്നും ഉണ്ട് കേട്ടോ. ഇനി ചിലപ്പം എനിക്ക് എൻ്റെ കൂടെയുള്ള ബ്രദർമാർ ഞാനിങ്ങനെ പലപ്പോഴും അവിശ്വാസം പറഞ്ഞ് എനിക്ക് പേടിയത്. കാര്യം എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഇവർ ചോദിക്കും, വേർ ഈസ് യുവർ ഫെയ്ത്ത് ചോദിക്കും. ആമേൻ, നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് ചോദിക്കും. അതുകൊണ്ട് അവർ മുമ്പിൽ എത്തുമ്പോൾ ഞാൻ ഈ അവിശ്വാസം പറയാതിരിക്കാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ച് വായിന്ന് അവിശ്വാസം പറയുന്ന ടെൻഡൻസി അങ്ങ് മാറിപ്പോയി. കണ്ടോ, ഒരു ഗുണമല്ലായിരുന്നു ഞാൻ എന്നെ പറഞ്ഞാനെ, അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേനെ. ആമേൻ. നോക്കിക്കേ, അപ്പൊ നമുക്ക് കൂട്ടായ്മ ഭയങ്കര ഒരു ബലമാണ് പ്രിയരെ. അതുകൊണ്ടാണ് നല്ല കൂട്ടായ്മയിൽ പോകണം. അവിടെ ചെന്നിട്ട് കൂടെ കരയുന്നവരാണെങ്കിലോ തീർന്നു പരിപാടി. കൂടെ കരയുന്നവരാണെങ്കിൽ നിങ്ങളുടെ യുദ്ധം അവിടെ ഫെയിലാകും. നിങ്ങളും കൂടെ കരയും. അവസാനം ബൈബിൾ പറഞ്ഞതുപോലെ ആരെ വിഴുങ്ങോണ്ട് നോക്കി വിചാരിച്ച് നടക്കുക. നിങ്ങളെ തൊടത്തൊന്നുമില്ല, പക്ഷേ നമുക്ക് ആ നന്മ കാണാൻ കഴിയാതെ വണ്ണം പലപ്പോഴും നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ ജോലി സ്ഥലത്ത് എതിർപ്പുണ്ടായപ്പം എൻ്റെ മനസ്സിൽ വന്നത് ആദ്യ ചിന്ത ഇവിടുന്ന് പോകുക എന്നുള്ളതാണ്. സത്യമായിട്ട് ഞാൻ പറയാമല്ലോ പ്രിയരെ, വേറെന്തെങ്കിലും തപ്പാം. പിന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു, അവിടെ പോയാൽ എന്ത് ചെയ്യും? അവിടെയും എതിർപ്പാണെങ്കിലോ? അപ്പൊ എൻ്റെ ചിന്തയിലേക്ക് ദൈവാത്മാവുള്ളത് പറഞ്ഞു, ഞാനെന്തിനാ പോകുന്നത്? എന്നോട് എതിർക്കുന്ന വ്യക്തിയല്ലേ പോകേണ്ടത്. കണ്ടോ, നമ്മൾ ആ വചനത്തെ ഉപയോഗിക്കുമ്പോൾ, വചനം എന്ന വാളുകൊണ്ട് നിങ്ങൾ വെട്ടുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യൻ നിങ്ങളെ ശക്തി തന്ന് യുദ്ധത്തിന് വേണ്ടി നിങ്ങളെ ബലപ്പെടുത്തുകയാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മനുഷ്യന്റെ ശക്തി നമ്മുടെ ഉള്ളത്തിലേക്ക് പ്രവേശിക്കുന്നു. ആത്മാവിൻ്റെ ശക്തിയോടെ നമ്മൾ യുദ്ധം ചെയ്യുന്നു. അതിനുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. പ്രാർത്ഥന ഒരു ശീലമാക്കുക, വചനം പറയുന്നത് ഒരു ശീലമാക്കുക. നന്മ തന്നെ വരും. ഞാൻ പറഞ്ഞല്ലോ, ഏത് വചനമാണ് എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. എല്ലാ വചനവും പറയുന്നതല്ല കാര്യം, നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട വചനം പറയണം. അവിടെയാണ് ജയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ ഇന്ന് പ്രാർത്ഥിക്കാം. അല്പനേരം അന്യഭാഷ വരമില്ലാത്തവർ, ഇതുവരെ ജീവിതത്തിൽ എനിക്ക് അന്യഭാഷ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവരൊക്കെ ശ്രദ്ധിച്ചോണേ, അന്യഭാഷ വരം പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 8:30 മുതൽ, എല്ലാ ദിവസവും 8:30 മുതൽ 9:30 വരെ രാത്രിയിൽ അന്യഭാഷ ഇന്ത്യൻ സമയത്ത് നടക്കുന്നു. ഇന്ത്യൻ സമയത്ത് അന്യഭാഷ വരവില്ലാത്തവർ ആ കൂടെ കൂടിക്കണം. തന്നെ അന്യഭാഷ തന്നെ വരും. അവർ പഠിപ്പിക്കുമൊന്നുമല്ല, അന്യഭാഷ പറയുന്നവരുടെ കൂടെ കൂടിയാൽ തന്നെ ഉള്ളത്തിൽ നിന്ന് വരും. നാവുകൾ ചലിപ്പിച്ചങ്ങ് പറഞ്ഞോണം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഈ സമയത്ത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, എന്താ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നമ്മൾ ഈ സമയത്ത് എന്താ ഞാൻ പറഞ്ഞത്? ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ,
ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള അവസരമാണ്. ശ്രദ്ധിച്ചോണേ, ഷെയറിന്റെ പുറകെ മാത്രം പോകരുത്. 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ച ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഏതെങ്കിലും കാഴ്ചകൾ, പേരുകൾ, നമ്പറുകൾ, ആ വ്യക്തിയുമായിട്ട് ഒരു പേര് മാത്രം വെളിപ്പെട്ടാൽ പോരാ. കാരണം ആ പേരുകാർ 100 പേര് വരും. അവരുടെ വിഷയങ്ങൾ എന്താണോ, ചിലപ്പോൾ അവരുടെ ഡേറ്റ് ആയിരിക്കാം. ഇത് നിങ്ങളെ ഉയർത്തുന്നെങ്കിൽ സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ അകത്ത് വർദ്ധിക്കാൻ തുടങ്ങും. ആത്മീയമായിട്ടൊരു വർധനവ് നിങ്ങളിലേക്ക് വരും. യേശുവിന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആത്മീയ കണ്ണുകൾ ഒന്ന് പ്രകാശിച്ചിട്ട് ഇത് പ്രകാശിക്കാൻ തുടങ്ങിയാൽ നിങ്ങളിലൂടെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ അവിടെ ചെന്നിട്ട് ആന്റിയോ അമ്മാച്ചനോ ആരും ആയിക്കോട്ടെ രോഗിയെ കിടക്കുമ്പോൾ കൈയെടുത്ത് വെച്ച് അവരെ സൗഖ്യമാകുന്ന ഒരു തലത്തിലേക്ക് നിങ്ങളെ തമ്പുരാൻ ഉയർത്തുന്ന സമയമായത്. അവരോട് കർത്താവിന്റെ ആലോചന പറയുന്നത് അവർക്ക് എതിർക്കാൻ കഴിയത്തില്ല. അവിടെ പോയിട്ട് യേശുവിനെ വിശ്വസിക്കുന്ന നിങ്ങളോട് രക്ഷ വായിക്കാൻ പറഞ്ഞ ഉടനെ അവരെ എതിർക്കുന്നതിന്റെ കാര്യം മനസ്സിലായോ? പലപ്പോഴും നമ്മൾ ശക്തി ഉപയോഗിക്കാഞ്ഞിട്ടാ. ഇന്ന് ശക്തിയോടെ ചിലതിനെ ഓപ്പറേറ്റ് ചെയ്യുവാനുള്ള കൃപ വ്യാപരിക്കാൻ വേണ്ടി പോവാ. ഈ സമയത്ത് എന്താണോ നിങ്ങളുടെ ഉള്ളത്തിൽ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്യുന്നവർക്ക് കമന്റുകളെ കാണാൻ പറ്റും. ഇന്നെൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച എല്ലാവരും അല്പനേരം ഒന്ന് അന്യഭാഷയിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹോറാബ ശംദഹസി റാഠേരിമ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അവന്റെ ബുദ്ധിയോ അഫലമാകുന്നു. ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഈ സമയത്ത് വലിയ പ്രവർത്തികളുടെ സമയമാണ്. ഓ യേശുവേ, ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ പ്രദീപും പ്രമോദും ഒരുമിച്ചുള്ള ഭവനം ഏതാ? പ്രദീപും പ്രമോദും ഒരുമിച്ചുള്ളൊരു ഭവനം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. പ്രദീപും ഉണ്ട്, പ്രമോദും ഉണ്ട്. ഈ 2 പേരുകളും ഒരുമിച്ചുള്ളൊരു ഭവനം. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന്റെ മേൽ പ്രാർത്ഥനയുടെ ഒരു ശക്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണോ നിങ്ങളിലൂടെ കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവേ, ഇന്ന് ഞങ്ങൾ അവരെ തൊടുമ്പോൾ ആ ഭവനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി സ്വർഗം ആ ഭവനത്തെ ഉപയോഗിക്കുമല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ആലോചന ഇടപെടുന്നവരല്ലാതെ ബാക്കി എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി. പറഞ്ഞു. ഹലോ, പ്രമോദും പ്രദീപും എന്റെ അയൽവക്കത്തുള്ളതാണ്. ആ പ്രമോദിന്റെ മകൻ ആക്സിഡന്റ് പറ്റിയിട്ട് 2-3 വർഷമായി കിടക്കുന്നു. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സിസ്റ്ററെ, ഈ പറയുന്ന പ്രമോദിന്റെയും പ്രദീപിന്റെയും ഭവനമാണോ അത്? അതെ. ആ കുടുംബത്തിന് വേണ്ടി മകനാണ്. ഓ യേശുവിന്റെ നാമത്തിൽ അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ച സിസ്റ്റർ, നിങ്ങളിലൂടെ തലമുറ ദൈവം എണീപ്പിക്കും കേട്ടോ. ഏറ്റെടുത്തു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ചിലതിനെ എണീപ്പിക്കുവാനുള്ള അഭിഷേകം നമ്മുടെ മേലുണ്ട്. കർത്താവിന്റെ വചനം പറഞ്ഞല്ലോ, പത്രോസ് പറഞ്ഞു, പൊന്നോ വെള്ളി എനിക്കില്ല, നസറേനായ യേശുവിന്റെ നാമത്തിൽ എണീക്കുക. പൗലോസ്ലിഹ പറഞ്ഞു, കാലൂന്നി എണീക്കുക. ജന്മനാ മുടന്തൻ ചാടി എണീറ്റു. നരിയാണി ഉറച്ചു എന്ന് പറയുന്നത് പോലെ ചിലതിനെ എണീപ്പിക്കുവാൻ ദൈവം ഉപയോഗിക്കും. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. അതോടൊപ്പം തന്നെ ഈ ജൂൺ മാസത്തിൽ ജനിച്ചൊരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. ഈ നാരങ്ങയുണ്ടല്ലോ, നാരങ്ങയുടെ ഒരു മരം ഞാൻ ആ ഭവനത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. അതുണ്ടായിരുന്നതാണോ അത് ഇപ്പോൾ ഉള്ളതാണോ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കതിനെ 2 മിന്നി ഇങ്ങനെ നമ്മളിങ്ങനെ ലൈറ്റ് മിന്നുന്നത് പോലെ അതിങ്ങനെ മാറി മാറി അടയാളം കാണുക. ജൂൺ മാസത്തിൽ ജനിച്ചൊരു വ്യക്തിയുടെ ഭവനമാണ്. ഈ നാരങ്ങയുടെ ഈ മരം അതിങ്ങനെ ഇങ്ങനെ പറഞ്ഞത് നാരകം എന്നല്ല അതിന് പറയുന്നത്. അതിങ്ങനെ ഒരു ഭവനത്തിന്റെ മുമ്പിലായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച. പക്ഷെ ഭവനത്തിൽ നിൽക്കുന്നതായിട്ട് കാഴ്ച അതിങ്ങനെ പോവുകയും വരികയും ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം ചിലപ്പോൾ അത് ഇവിടെ കാണത്തില്ലായിരിക്കാം. അത് എന്റെ മോള് 26-ാം തീയതി അതുപോലെ നാരങ്ങ മരം ഉണ്ട് വീട്ടിൽ. ഒരു മിനിറ്റ്, ജൂൺ മാസത്തിൽ ജനിച്ച ആരാ? ജൂൺ 26-നാണ് എന്റെ മോള്. ജൂൺ മാസം കേട്ടോ, ജൂൺ മാസം 26 ജൂൺ 26 എന്റെ മോള് ജനിച്ചത്. ജൂൺ 26 ജനിച്ചത്.
ഈ പറഞ്ഞ ഞാൻ ജൂൺ 1 നമുക്ക് വയനാടാണ് വീട്. എനിക്കോട്ടെ ഒരേ ആലോചന ഒരേപോലെ ഒരു ശ്രദ്ധിച്ച് ഈ നവംബർ മാസത്തിൽ ജനിച്ച വ്യക്തി ഏതാ ഭവനത്തിലുള്ളത്? നവംബറിൽ ജനിച്ച ഒരു വ്യക്തികൾ. നവംബർ ആ എന്റെ മോളുടെ നവംബർ 12-നാണ്. ഓ ശ്രദ്ധിച്ച് ഈ ആലോചന മുഴുവൻ കേട്ടെ. ജൂൺ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ഈ പറഞ്ഞൊരു മരവും ഉണ്ട്. അതോടൊപ്പം തന്നെ അതേ കുടുംബത്തിൽ നവംബർ മാസത്തിൽ ജനിച്ച ഒരു മറ്റൊരു വ്യക്തിയുടെ കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്. ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ അവര് ആരാണോ? ഇത് രണ്ടും എന്റെ വീട്ടിലാണ്. ഇത് രണ്ടും ഞങ്ങളുടെ വീട്ടിലുണ്ട്. മോള് നവംബർ ജൂൺ മാസത്തിൽ 26-ന് ഹസ്ബൻഡ് മോളുടെ നവംബർ ഞങ്ങളുടെ വീട്ടിൽ അതുപോലെ ഞാൻ ജനിച്ചത് ജൂൺ 12 എന്റെ മോൻ ജനിച്ചത് നവംബർ 3. നവംബർ മാസത്തിൽ ജനിച്ചേക്കുന്നത്. ഹസ്ബൻഡ് നവംബർ മാസത്തിലാണ്. നവംബർ മാസത്തിലാണ് ജനിച്ചത്. എനിക്കേട്ടെ ഇത് കേട്ടെ. ഇതിന്റെ അകത്ത് ജോസഫുമായിട്ട് ബന്ധപ്പെട്ടതാരാ? ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണോ? ബ്രദറെ ഇത് ഞാനാ. എന്റെ വീടിന്റെ തൊട്ട് ചേർന്ന എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടനാണ് ജോസഫ്. ജോസഫിന്റെ അവരുടെ മൂത്ത മോള് ജൂൺ മാസം 16 ഇളയ മോള് നവംബർ 16-നും ജോസഫ് നവംബർ 17-നും ആണ് ജനിച്ചത്. അവരുടെ വീടിന്റെ സൈഡിലായിട്ടൊരു നാരകം ഉണ്ടായിരുന്നു. നാരങ്ങയൊക്കെ പിടിച്ചു വലുതായിട്ട് വന്നു കഴിഞ്ഞപ്പോ അവര് തന്നെ അങ്ങ് വെട്ടിയത്. നാരകമുള്ള വീടാന്ന് ബ്രദർ. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ മാറി മാറി വരുന്നതായിട്ട് കണ്ടു. അതാ ഞാൻ ചോദിച്ചത്. ഇങ്ങനെ വരികയും പോവുകയും കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രദ്ധിച്ചു നോക്കിയാണേ. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾക്ക് വേണ്ടി കർത്താവ് അത് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ശ്രദ്ധിച്ച് നിങ്ങൾ അടയാളങ്ങൾ വരുമ്പോൾ ഞാനത് പറയുന്നതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. കർത്താവെ ഞങ്ങളുടെ വലിയ കൃപ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവ് എല്ലാവരും പ്രാർത്ഥിച്ച്. യേശുവേ കൃപ വ്യാപരിക്കുന്നല്ലോ. ഇനി ഇതിൻ്റെ അകത്ത് ആളുകൾക്ക് ദൈവാത്മാവ് ഇടപെടുന്നത് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടാൻ പറ്റും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ അങ്ങ് ഇടപെടുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ ഭവനങ്ങൾക്കകത്തുനിന്നും രോഗശക്തികൾ, അവരെ തകർക്കാൻ നോക്കിയ ദുഷ്ടപിശാചിന്റെ പ്രവൃത്തികൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ ദൈവാത്മാവെ അങ്ങ് തൊടുന്നല്ലോ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഓ ഹോളി സ്പിരിറ്റ്, കർത്താവെ ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നല്ലപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഞാനൊരു വിഷ്ണു എന്ന് പറഞ്ഞ ഒരു പേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 9 എന്ന് പറയുന്ന ഒരു സംഖ്യ ഈ ചെറുപ്പക്കാരനുമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. വിഷ്ണു എന്ന പേര് പറയുന്ന പേരുകാരുമായിട്ട് ബന്ധപ്പെട്ട് 9 എന്ന് പറയുന്ന ഒരു ദിവസം അതെന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. 9 എന്ന് പറഞ്ഞ ഡേറ്റ് ആണ്. അതിൻ്റെ അകത്ത് ജനിച്ച ഒരു ജനനമാണ് കാണിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ആ വ്യക്തിയുടെ മേൽ, ആ തലമുറയുടെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ വിഷ്ണുവിന്റെ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്ന് കർത്താവ് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ. ഈ പറയാനുള്ളവരല്ല എങ്കിൽ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണമേ. അനാവശ്യമായിട്ട് ഇന്ന് ആ ഭവനം യേശുവിന്റെ നാമത്തിൽ നിന്ന് സ്വീകരിച്ചോ. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ. കർത്താവെ പറഞ്ഞു. വിഷ്ണു എന്റെ മോനാ. ഈ 9 ഡേറ്റുമായിട്ട് എന്നാ ബന്ധം? 9 എന്ന് പറഞ്ഞ വിഷ്ണുവിന്റെ മോന് 9 ആഗസ്റ്റ് 9 ജനിച്ചു. 9 മാസമല്ല, 9 ഡേറ്റാ കാണിച്ചത്. 9 ഡേറ്റിൽ 9 ഡേറ്റ് ആഗസ്റ്റ് 9 ജനിച്ചത്. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ. കർത്താവെ ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവെ കൃപ പെരുകുന്ന കുടുംബങ്ങളുടെ മേൽ പിശാചിന്റെ പ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിക്കൊണ്ടിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ
ഇപ്പോൾ തന്നെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ആ ഭവനങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ അത്ഭുതകരമായ പ്രവൃത്തികൾ സംഭവിക്കുന്നല്ലോ, അത്ഭുതകരമായ പ്രവൃത്തികൾ സംഭവിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ അടുക്കളയുടെ ഭാഗത്ത് ഈ തക്കാളിയുടെ പ്ലാന്റ്, നമ്മൾ തക്കാളി ഉണ്ടല്ലോ കറി വെക്കാൻ ഉപയോഗിക്കുന്ന, അതിൻ്റെ ചെറിയ ഒരു പ്ലാന്റ്, ഒരു ചെടി വീടിൻ്റെ അടുക്കളയുടെ അവിടെ കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ അടയാളമാണ് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഡിസംബർ മാസം തീരുന്നതിൻ്റെ അകത്ത്, എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയും, ഡിസംബർ മാസം തീരുന്നതിൻ്റെ അകത്ത് ഒരു അത്ഭുതകരമായ ഒരു സാക്ഷ്യം ആ ഭവനത്തിൻ്റെ മേൽ തുറക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഈ അടയാളം ഉള്ള ഭവനം ഏതാണ്? യേശുവിന്റെ നാമത്തിൽ. മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് എന്റെ കിച്ചണിൽ. തക്കാളിയുടെ ആണോ? കേട്ടെ ഇത് മുഴുവൻ കേട്ടിട്ട് നിങ്ങൾ പറയണേ. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു മെയ് മാസം ഇങ്ങനെ കുടുംബത്തിൽ ആരോവുമായിട്ട് ബന്ധപ്പെട്ട് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. മെയ് മാസം, ആ മെയ് മാസവുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബത്തിൻ്റെ അകത്ത് ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഭവനം ഏതാണോ ഇപ്പോൾ യേശുവിന്റെ ബ്രദറെ, എന്റെ മോൾ ഇവിടെ UK-യിലാണ്. അവിടെ അടുക്കളക്കകത്ത് തക്കാളി ഇതുപോലെ കിളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്, തക്കാളിക്കായും ഒക്കെ ആയിട്ട്. അവിടെ ഭർത്താവ് മെയ് മാസത്തിലാ ബർത്ത്ഡേ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ സിസ്റ്റർ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറ. പ്രത്യേകിച്ച് ഡിസംബർ മാസം അവിടെ പറ, കർത്താവിന്റെ വചനത്തിൽ ശക്തിപ്പെടാൻ പറ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ വലിയൊരു സാക്ഷ്യം പ്രാർത്ഥിച്ചോണം. ഡിസംബർ മാസം ഇത് ആലോചന കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഇതാണ്, ആലോചന കേട്ടവർ ദൈവവുമായിട്ട് പറ്റിച്ചേർന്നിരുന്നോണം. കാരണം അതിൻ്റെ നിവർത്തി കാണണം. അതിന് നിവൃത്തി കാണുമെന്നൊക്കെ കർത്താവ് ഇടയാക്കും. യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. നന്ദി കർത്താവേ. ഈ നമ്മുടെ പുറം വശം, പുറമെന്ന് പറഞ്ഞാൽ മനസ്സിലായി, നമ്മുടെ നടുവിൻ്റെ അവിടെ പുറവശം ഉണ്ടല്ലോ, അവിടെ ഈ ചില സമയത്ത് ഇങ്ങനെ പിടിച്ചു കെട്ടിയതുപോലെ വേദന. നിങ്ങൾക്ക് ചില സമയത്ത് കസേരയിലൊക്കെ ശരിക്കും ഇരിക്കുവാനോ നിങ്ങൾക്ക് ചാരി ഇരിക്കുവാനോ കഴിയത്തില്ല. ഭയങ്കരമായിട്ട് പൊളയുന്ന വേദന അനുഭവിക്കുന്ന ആളുകൾ ഇതിൻ്റെ അകത്തുണ്ടോ? അങ്ങനത്തെ ഒരു വേദന അനുഭവിക്കുന്ന ആളുകൾ പുറത്ത് ഉണ്ട്. ഞാൻ ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോണേ. മൈക്കെല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഇന്ന് ശ്രദ്ധിച്ചോണേ. ഇപ്പോൾ ഈ നിമിഷം അവരുടെ മേൽ സൗഖ്യങ്ങൾ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്ന രോഗശക്തിയോട് കൽപ്പിക്കുന്നു, ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശു കൈയെടുത്തൊന്ന് തലമേലോ ദേഹത്തോ ഒന്ന് വെച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ ആ വേദന കർത്താവെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവെ രോഗശക്തിയെ ഞങ്ങൾ പിടിച്ചുകെട്ടുന്നു, രോഗാത്മാവിനെ പുറത്താക്കുന്നു. കർത്താവ് സകല വേദനകളെയും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ രോഗത്തെയും കർത്താവ് ഞങ്ങളുടെ വേദനകളെയും ക്രൂശിൽ അനുഭവിച്ചതാണപ്പാ. ഞങ്ങൾ അനുഭവിക്കത്തില്ല, ഞങ്ങൾ അനുഭവിക്കുവാനല്ല കർത്താവ് ക്രൂശിൽ മരിച്ചത്. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. കർത്താവ് അത്ഭുതകരമായ സൗഖ്യം, അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നപ്പ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആ വേദന പറഞ്ഞവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. കൈയും കാലും ഒക്കെ ഒന്ന് പൊക്കിക്കേ. എത്ര പേരുണ്ടായിരുന്ന വേദന പറഞ്ഞവര്? കൈ ഒന്ന് പൊക്കിക്കേ. എന്നാ നിങ്ങൾ ഫീൽ ചെയ്ത് പ്രാർത്ഥിച്ചതിന് ശേഷം നോക്കിക്കേ, എന്നാ ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? എത്ര പേര് പ്രാർത്ഥിച്ചവരുണ്ടോ വേദന പറഞ്ഞവരോ? വേദന പറഞ്ഞവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റി പറഞ്ഞു. വേദന ഉണ്ടായിരുന്നോ ഇല്ലയോ നിങ്ങൾക്ക്? ഇപ്പൊ പ്രാർത്ഥിച്ചതിന് ശേഷം എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ഹലോ ബ്രദറെ, പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ എന്തോ ഇങ്ങനെ കാലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ എന്തോ ഇങ്ങനെ പോകും പോലെ ഒരു നിഴല് പോലെ തോന്നി. ഇപ്പൊ എങ്ങനെയുണ്ട്?
ഇപ്പൊ എനിക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോ പതയൊരു ഒരു പതയൊരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ അത് ഞാൻ രാവിലെ അജിത സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. ഇപ്പൊ എനിക്ക് ആ സൈഡിൽ അത്ര ഇപ്പൊ അധികം ഇത് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു. ഇപ്പൊ ആ ബുദ്ധിമുട്ടില്ല. ഇല്ല ഇല്ല. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്കുന്നതാണ്. ആമേൻ. ഇപ്പൊ അത് പ്രാർത്ഥിച്ചതിന് ശേഷം ഫീൽ ചെയ്ത് എത്ര പേരുണ്ട്? എത്ര പേർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്? അവര് മാത്രം പ്രാർത്ഥിച്ചവര് മാത്രം ഒന്ന് പറഞ്ഞു. എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു ബ്രദറെ, എനിക്ക് നടുവേദന മാറിയിട്ടുണ്ട്. ഇപ്പൊ അത് ഫീൽ ചെയ്യുന്നില്ല, വേദന ഫീൽ ചെയ്യുന്നില്ല. നന്ദി കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്കുന്ന. മറ്റാരെങ്കിലും? ബ്രദറെ, എനിക്ക് ഈ കൂടെ ഈ നടുവിന് ഭയങ്കര വേദനയുണ്ട്. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്റെ ശരീരത്ത് മൊത്തം ഒരു വിറയൽ വന്നിരുന്നു. ഇപ്പൊ വേദന എവിടെ ഇല്ല? ഇല്ല ഇല്ല. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്കുന്ന. നന്ദി. മറ്റാരെങ്കിലും? നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. മറ്റാരെങ്കിലും ചെക്ക് ചെയ്തോ? ഞാൻ പറഞ്ഞില്ലേ സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. ഇനി അതേപോലെ തന്നെ ശരീരത്തിന്റെ അകത്ത് വേദന ഉള്ളവർ, ഞാൻ ആ വേദന ഉള്ളപ്പോൾ ഒരു അടയാളം കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു വ്യക്തിയുമായിട്ട്, ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കുക. ഈ ഓഗസ്റ്റ് മാസം 21 എന്നൊരു ഡേറ്റ് കാണിച്ചുകൊണ്ടിരിക്കുക. ഓഗസ്റ്റ് മാസം 21 ഒരു ജനന ദിവസം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത് ആരാണ്? ഓഗസ്റ്റ് മാസം 21 എന്നൊരു ഡേറ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ഏത് ഭവനമാണോ? ഇപ്പോൾ തന്നെ എന്റെ മോള് ഓഗസ്റ്റ് 21 ജനിച്ചത്. യേശുവിന്റെ നാമം. എന്റെ ഓഗസ്റ്റ് 1 എനിക്ക് കേട്ടെ, ഓഗസ്റ്റ് 21 അല്ലെ, 21 യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന്റെ മേൽ ശ്രദ്ധിച്ചു. ആ കുടുംബത്തിന്റെ മേൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നെ ഒരു അടയാളം കാണിക്കുന്നു. ഒരു രൂപം ആ കുടുംബത്തിന്റെ മേൽ നിന്നുകൊണ്ട് ആ കുടുംബത്തിന്റെ സ്വസ്ഥതയെ കെടുത്താൻ നോക്കുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാനതിനെ വെട്ടിമാറ്റുന്നു. കർത്താവെ, ഞങ്ങളുടെ വലിയ പ്രവൃത്തി ഇപ്പോൾ അവിടെ സംഭവിക്കുന്നല്ലോ. അപ്പൊ ഞാനൊരു ഈ മുന്തിരിക്കൊലയുടെ ചിത്രം ഒരു ഭവനത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. മുന്തിരിക്കൊലയുടെ ഈ പറഞ്ഞ ഡേറ്റുമായിട്ട്, ഈ പറഞ്ഞ മാസവുമായിട്ട് ബന്ധപ്പെട്ട ഭവനത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് ഈ മുന്തിരിക്കൊലയുടെ ചിത്രം അതിങ്ങനെ ഇരിക്കുന്ന ഒരു വീട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. മുന്തിരിക്കൊല ഇങ്ങനെ, അതിന്റെ ഒരു ചിത്രമാണ് ഞാൻ കാണുന്നത്. അതേത് ഭവനത്തിലാണോ ഉള്ളത്, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഒരു അടയാളം കാണിക്കുന്നു. ആ ഭവനത്തിന്റെ മേലൊരു വെളിച്ചം പ്രകാശിക്കുന്നത് പോലെ കർത്താവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പ ആ ഭവനം ഏതാണോ ഇപ്പോൾ തന്നെ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. ഓഗസ്റ്റ് മാസം മുന്തിരിക്കൊലയുടെ ചിത്രമുണ്ട്. ഉണ്ട്. അത് യേശു എന്നൊരു വചനത്തിന്റെ ആണോ സിസ്റ്റർ? അത് വെറുതെ വെച്ചേക്കുന്നതാണത്? മുന്തിരിക്കൊല ഫ്രണ്ടില്, വചനം താഴെ എഴുതി വെച്ചേക്കണം. ഈ പറഞ്ഞ ഓഗസ്റ്റ് മാസം അത് യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ ഭവനങ്ങളുടെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തികൾ സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ, ഇത് വലിയ സമാധാനം ഭവനത്തിന്റെ മേൽ സംഭവിക്കുന്നു. എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നു, 21 വർഷം പഴക്കമുള്ള ഒരു പാസ്പോർട്ട് എൻ്റെ ഉള്ളത്തെ ഇങ്ങനെ കർത്താവ് കാണിച്ചുകൊണ്ടിരിക്കുക. അതൊരു അടയാളം പോലെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഞാൻ ആ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഈ മസ്കറ്റ് എന്ന് പറയുന്ന രാജ്യവുമായിട്ടൊരു കണക്ഷൻ ആ പാസ്പോർട്ടിലൊരു സീല് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിൻ്റെ അകത്ത് വൺസ് ഒരു സീല് വീണിട്ടുള്ളതാണ്. മസ്കറ്റ് എന്ന് പറയുന്ന രാജ്യവുമായിട്ട് റിലേറ്റ് ചെയ്ത്. പക്ഷെ ആ ഭവനത്തിൻ്റെ മേൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച ശൂന്യമാക്കി കളഞ്ഞൊരവസ്ഥ, നന്മകളെ ശൂന്യമാക്കി കളഞ്ഞ ഒരവസ്ഥ ഞാൻ ആ ഭവനത്തിൽ കാണുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. ആ ഭവനത്തിൻ്റെ അകത്തുനിന്ന് തന്നെ ശൂന്യമായി പോയ അവസ്ഥകൾക്കകത്തുനിന്നും കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ വാഗ്ദത്തങ്ങൾ നിറവേറാൻ വേണ്ടി പോകുന്നു. നന്മകളെ പിടിച്ചെടുക്കുന്ന ഒരു തലമുറ അതിൻ്റെ അകത്തുനിന്നും കർത്താവ് ഉളവാക്കാൻ വേണ്ടി പോവാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തത് ആരാണോ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. പറയാൻ വേണ്ടിയാണ് ഞങ്ങളാ ബ്രദറെ, ഞാൻ 3 വർഷമായിട്ട് അവിടെ മസ്കറ്റിലായിരുന്നേ.
ബ്രദറെ എന്റേതും ഇപ്പൊ അങ്ങനെയാണ് നാട്ടിൽ ബ്രദറെ. വന്നിട്ട് 8 വർഷമായി. ഇപ്പൊ ബ്രദർ പറഞ്ഞ ബ്രദറെ പോലെ തന്നെ അവിടെ അത്രയും വർഷം വർക്ക് ചെയ്തിട്ടും ശൂന്യമായ അവസ്ഥയാണ് വീട്ടില്. ഉം. ശൂന്യമായ അവസ്ഥ. 10-28 വർഷമായി എന്റെ 21 സിസ്റ്റർ, ഹസ്ബൻഡ് 21 വർഷം. 21 വർഷമായി പാസ്പോർട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഹസ്ബൻഡ് മരിച്ചുപോയി. മസ്കറ്റിലായിരുന്നു ജോലി. ഒന്നും നേടാൻ കഴിയാതെ ശൂന്യമായി പോയി. ബ്രദർ പറഞ്ഞ അവസ്ഥയിലായി പോയി. ക്യാൻസറും രോഗവും എല്ലാം ആയിട്ട് ഒന്നും ഇല്ലാത്ത അവസ്ഥയായി പോയി. ഇപ്പം മോനാണ് ഗൾഫിലുള്ളത്. ഓ യേശുവിനെ തലമുറയെ കൊണ്ടത് ഇന്ന് നന്മയെ അപഹരിക്കാൻ കഴിയാതെ നന്മ മൊത്തം അപഹരിച്ചുകൊണ്ട് പോയ, ഞാൻ അതങ്ങനെ കാണുന്നത് പഴക്കം ചെന്നൊരു പാസ്പോർട്ടിൽ മസ്കറ്റിന്റെ സീലാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇന്നത് സ്വീകരിച്ചു. അതേ ആലോചന ഒരേപോലെ വരുന്നവരും സ്വീകരിച്ചു. യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നു. നന്മ അപഹരിച്ചുകൊണ്ട് പോയത് കർത്താവെ അറക്കാനും മുടിക്കാനും മോട്ടിക്കാനും കയറി കൂടെ ദുഷ്ടപിശാചെ ഇപ്പോൾ തന്നെ ഭവനത്തിന് വേണ്ടി ഞങ്ങൾ ആത്മാവിൽ അതിനെ വെട്ടിമാറ്റുന്നു. നന്മ കയറട്ടെ, നന്മ കയറട്ടെ, സമാധാനം. ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾക്കുക സിസ്റ്ററെ, മനസ്സമാധാനം ഭവനത്തിന്റെ മേലുണ്ടാകുക. ഓ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. അതോടൊപ്പം തന്നെ ഞാനിത് ഈ സംഗീതം എന്ന് പറയുന്ന, സംഗീതയാണോ സംഗീതം എന്നാണോ, ഇങ്ങനെ രണ്ട് ഈ ഒരു പേര് അത് വ്യക്തമായി കാണാൻ പറ്റുന്നില്ല. ആ ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ബാഗിൻ്റെ അകത്ത് ഈ നന്മ, ഈ ബാഗിൻ്റെ അകത്തുനിന്നും, അതായത് ഒരു ആഷ് കളർ ബാഗ്, ബ്ലാക്ക് കളറല്ല, ഈ ആഷ് കളറിൽ ഒരു ലേഡീസ് ബാഗ് പോലെ സംഭവമാണ്. അതിൻ്റെ അകത്തുനിന്നും ഈ നന്മകൾ എടുത്തിട്ട് ഈ വ്യക്തിക്ക് കൈമാറി അത് തിരിച്ചു കിട്ടാതെ ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുന്ന ഒരു മേഖല കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്തത് ആരാണോ, സംഗീതയാണോ, സംഗീതം എനിക്കറിയത്തില്ല, ആ പേരുമായിട്ട് റിലേറ്റ് ചെയ്ത് ആരാണോ ഈ ഒരു ബാഗിൽ നിന്നൊരു ട്രാൻസ്ഫർ ഇങ്ങനെ കൊടുക്കുന്നതായിട്ടൊരു കാഴ്ച ഞാൻ കാണുക. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആരുടെയാണോ, യേശുവിൻ്റെ നാമത്തിൽ അതിപ്പോൾ സ്വീകരിച്ചോ. നന്മ മടങ്ങി വരാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പ ആ കുടുംബത്തിൻ്റെ മേൽ തകർച്ചകൾ വിട്ടുമാറട്ടെ. എല്ലാവിധമാകുന്ന നുഖങ്ങളെ ഞങ്ങൾ ഒടിച്ചു കളയുന്നപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞിട്ടെടുത്തോണേ. നന്മ നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പം കർത്താവേ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. അതോടൊപ്പം തന്നെ 1971 ഒക്ടോബർ മാസത്തിൽ ജനിച്ചൊരു വ്യക്തി, 1971 ഒക്ടോബർ മാസം. അതോടൊപ്പം തന്നെ 6 എന്നൊരു ദിവസസംഖ്യ കർത്താവ് എന്നെ കാണിക്കുക, ഒരു സമയം, ഒരു ഡേറ്റും കൂടെ കർത്താവ് എന്നെ കൂടെ കാണിക്കുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഭവനം ഏതാണോ, ആ വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഭവനം ഏതാണോ, യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇങ്ങനൊരു വാക്ക് ഞാൻ കേൾക്കുന്നു, ചില വ്യക്തികൾ നിമിത്തം ഉണ്ടായിട്ടുള്ള കുരുക്കുകൾ, ആ കുരുക്കുകൾ ആ കുടുംബത്തിൽ നിന്ന് അഴിഞ്ഞു മാറുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പ വലിയ നന്മ ഇന്ന് അവിടെ ചൊരിയട്ടെ, വലിയ വഴികൾ അവിടെ തുറന്നു വരട്ടെ. സകല പ്രതിസന്ധികളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. അത്ഭുതകരമായ വ്യത്യാസത്തെ കൽപ്പിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ പറഞ്ഞ് ആ കുടുംബം സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തി പറയാൻ വേണ്ടിയാണ് സിസ്റ്ററെ. അതെ ബ്രദറെ, ഞാൻ 1971 ഒക്ടോബറാണ് ആ കുടുംബം ഏറ്റെടുത്തത് സിസ്റ്ററെ. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഞാൻ 6 എന്നൊരു ദിവസവും കൂടെ കാണുന്നുണ്ടായിരുന്നു. 6 എന്നൊരു ഒരു ഡേറ്റ് കൂടെ കർത്താവ് എനിക്ക് അതിനിങ്ങനെ സ്പെസിഫിക് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമം. മകള് ജനിച്ചത് 6-ാം തീയതി. മകള് ജനിച്ചത് 6-ാം തീയതിയാ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ഞങ്ങളുടെ കൃപ പെരുകും. ഈ കാര്യം വല്ല സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇന്ന് കർത്താവ് രണ്ടുപേരെയും തൊടുക കേട്ടോ, രണ്ടുപേരെയും തൊടുക. ഇന്ന് ചില വ്യക്തികൾ നിമിത്തം ഉണ്ടായി നിങ്ങളുടെ ജീവിതത്തെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ എല്ലാ കരങ്ങളെയും ഞാൻ ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ നന്മയെ യേശുവിന്റെ നാമത്തിൽ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി പിന്നെ കർത്താവിനെ കാണിക്കുന്ന കുടുംബത്തിന്റെ രൂപത്തിൽ തന്നെ വ്യത്യാസം വരുന്ന രീതിയിൽ അതിന്റെ അടയാളമായിട്ട് കർത്താവ് പറയുന്ന നാളുകളായിട്ട് കയറാതിരുന്ന വ്യക്തികൾ ആ ഭവനത്തിലേക്ക് വരും. അതൊരു സൈനാണ്. യേശുവിന്റെ നാമത്തിൽ സമാധാനം കുടുംബത്തിൽ വാഴാൻ വേണ്ടി പോവുക. അമ്മയും പറഞ്ഞ് സ്വീകരിച്ചു യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവെ കൃപ പെരുകുന്നതിനായി സ്തുതിക്കുന്നു.
നന്മകൾക്കായി സ്തുതിക്കുന്നു, നന്മകൾക്കായി സ്തുതിക്കുന്നു, നന്മകൾക്കായി സ്തുതിക്കുന്നു. വലിയ കൃപ യേശു, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവിന്റെ കൃപ. പ്രത്യേകിച്ച് നമുക്ക് ഈ വരുന്ന ശനിയാഴ്ച അന്യഭാഷാ പ്രാർത്ഥന എറണാകുളത്ത് നടക്കുന്നു. അതിലേക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വരിക, പ്രാർത്ഥനയോടെ വരിക. ദൈവം നിങ്ങളോട് ഇടപെടുവാൻ ഇടയായിത്തീരും. ആത്മാവിൽ വലിയ കാര്യങ്ങളെ ചെയ്യും. അത് മാത്രമല്ല, ഈ ഡിസംബർ മാസം മുതൽ നിങ്ങൾ വിതയ്ക്കുവാൻ ആരംഭിക്കുക. നന്മ പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തിൽ നമ്മുടെ പ്രാർത്ഥന കേരളത്തിൽ നടക്കുന്നു. നമുക്ക് ഓഡിറ്റോറിയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ മുൻകൂർ അത് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആ ഒരു പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗിൽ പങ്കുചേരുവാൻ? ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവിന്റെ വചനം പറഞ്ഞില്ല, ജാതികളെ അവകാശമാക്കി ഭൂമിയുടെ അറ്റത്തോളം കൈവശമാക്കി തരുന്ന കർത്താവുണ്ട്. അത് യേശുവിന്റെ നാമത്തിൽ ഈ ഇന്നു മുതൽ പ്രാർത്ഥിക്കുന്ന കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. അത് മാത്രമല്ല, ഡിസംബർ മാസം മുതൽ നമ്മൾ കർത്താവിന്റെ നാമത്തിൽ വിതയ്ക്കുവാൻ നിങ്ങൾ ആരംഭിക്കണം. അതിന്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയുടെ സമയത്ത് കാണിക്കുന്നതായിരിക്കും. മറക്കാതെ അത് വിതയ്ക്കുക. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനേക ആത്മാക്കളെ നേടേണ്ടത് നമുക്ക് ആവശ്യമാണ്. വിത മാത്രം പോരാ, പ്രാർത്ഥന ഒരു വിതയാണ്. വചനം പറയണം, അവിടെ പോയി രോഗികളെ സൗഖ്യമാക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഞാനതിനു മുമ്പായിട്ട് നമുക്ക് ഒരുമിച്ച് രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. ഈ സമയത്ത് വേദനയാലോ മറ്റ് രോഗത്താലോ ഒക്കെ ഭാരപ്പെടുന്നവർ, നിങ്ങൾക്ക് ഞാൻ കാണുന്നത് ചില സർജറികൾ നിമിത്തമുണ്ടായ നാളുകളായിട്ടുള്ള വേദനകൾ, ശരീരത്തിൽ നിന്ന് വിട്ടുമാറാൻ നിൽക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ അത്ഭുത രോഗസൗഖ്യം സംഭവിക്കുക. കണ്ണുകളുടെ കാഴ്ചകൾ വർദ്ധിക്കാൻ വേണ്ടി പോവാ. എത്ര പേർ റെഡിയായി ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി, ഏറ്റെടുക്കാൻ വേണ്ടി? ഇന്ന് അത്ഭുതത്തെ സ്വീകരിക്കാൻ റെഡി ആയിക്കൂ. തയ്യാറായവർ മാത്രം ആമേൻ പറഞ്ഞ്. വേദനകൾ അനുഭവിക്കുന്നവർ, രോഗികളായി ഭാരപ്പെടുന്നവർ, ഈ നിമിഷം തന്നെ മിറക്കിൾ മണിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ ദൈവം നിങ്ങളുടെ മേൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഓ യേശുവേ, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോണ. പേഴ്സൊക്കെ എടുത്ത് വെച്ച്, കണ്ണുകളോട് കൈയെടുത്ത് വെച്ച്, ആ വേദനയുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച്, നിങ്ങൾ കഴിവതും നിങ്ങൾ ഏപ്രിൽ മാസം നടക്കുന്ന പ്രാർത്ഥനയിൽ രോഗികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും അവരെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എല്ലാ രോഗികളായി ഭാരപ്പെടുന്നവർ, ആ കണ്ണിൻ്റെയൊക്കെ കാഴ്ചയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ബ്ലഡിലെ ഷുഗറിനെയൊക്കെ പിടിച്ചു കെട്ടാൻ വേണ്ടി പുതിയ പാൻക്രിയാസ് വരും, പുതിയ ഇൻസുലിൻ സിസ്റ്റം വരും, പുതിയ അവയവങ്ങൾ ഉണ്ടായി വരും, ഹൃദയമുണ്ടായി വരും, കിഡ്നികൾ ഉണ്ടായി വരും, പുതിയ അവയവം. ലാസറേ നീ പുറത്തു വാന്ന് പറഞ്ഞപ്പോൾ മരിച്ചു നാറ്റം വന്ന് ആ ഡെഡ് ബോഡിക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ, ജീവനുള്ള നിങ്ങളുടെ ശരീരത്തിൽ എത്ര അധികം അത്ഭുതങ്ങൾ നടക്കാൻ പറ്റും. കർത്താവായ യേശു നമ്മുടെ നടുവിലുണ്ട്. കർത്താവ് ക്രൂശിൽ വില കൊടുത്തതാ. യേശു വില കൊടുത്തതാ. കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് ആൻഡ് അനോയിന്റിംഗ് ഈസ് മൂവിംഗ്. അത്ഭുത രോഗസൗഖ്യം വ്യാപരിക്കുന്നു. ആ രോഗശക്തിയെ പിടിച്ചുകെട്ടുന്നു. രോഗത്തിന്റെ ദുരാത്മാക്കളെ പിടിച്ചുകെട്ടുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കണ്ണുകളുടെ കാഴ്ച തിരികെ വരട്ടെ. വേദനകൾ മാറി ശരീരം ഫ്രീ ആകട്ടെ. ശരീരത്തിലെ മുഴകൾ അവിടെ നിന്ന് മാറിപ്പോകട്ടെ. ആ വേദന കൊണ്ടിരുന്ന രോഗബന്ധനം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ക്യാൻസറുകൾ യേശു ക്രൂശിൽ വഹിച്ചതാ. വേദനകൾ യേശു ക്രൂശിൽ വഹിച്ചതാ. രോഗങ്ങൾ യേശു ക്രൂശിൽ വഹിച്ചതാ. കർത്താവിന്റെ തിരുമുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞങ്ങളെ രോഗത്തെ പുറത്താക്കുന്നു, രോഗശക്തികളെ പുറത്താക്കുന്നു, രോഗത്തിന്റെ ദുരാത്മാക്കളെ പുറത്താക്കുന്നു. ഇപ്പോൾ യേശുവിനാത്തിൽ ശരീരത്തിന് മേൽ തീ കത്തട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. അഭിഷേകത്താൽ മുഖങ്ങൾ ഒടിയുന്ന കർത്താവേ, ജീസസ് നെയിം. ആ വേദന അവിടെ നിന്ന് മാറിയിരിക്കുന്നു. ആ വേദന ഉണ്ടെന്ന് പറഞ്ഞവര് ഒന്ന് ചെക്ക് ചെയ്തേ. ആ വ്യത്യാസം ശരീരത്തിന്റെ അകത്ത് കാണുന്നവർ എത്ര പേരുണ്ടായിരുന്ന രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർ? അവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. ഉണ്ടെന്ന് പറഞ്ഞ് ഉള്ളവര് ആമേൻ. പ്രാർത്ഥിച്ചതിന് ശേഷം എന്താണ് നിങ്ങളിലുണ്ടായ വ്യത്യാസം? അവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റി പറഞ്ഞ്. പ്രാർത്ഥിച്ചതിന് ശേഷം എന്താണ് നിങ്ങളിലുണ്ടായ വ്യത്യാസം? അവർ മാത്രം. പ്രാർത്ഥിച്ച എത്ര പേരുണ്ട് ഇപ്പം?
പ്രാർത്ഥിച്ചവര് ശരീരത്തിന്റെ അകത്ത് ഉണ്ടായ വ്യത്യാസം ഒന്ന് ചെക്ക് ചെയ്ത്. എന്താ നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഉണ്ടായ വ്യത്യാസം? കാലിന്റെ വേദന മാറി. എന്നാ പറ്റിയായിരുന്നു സിസ്റ്ററെ? കേട്ടില്ല. ഒരു നിമിഷം. ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്ത്. ഇപ്പൊ ശരീരത്തിന്റെ അകത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു വ്യത്യാസം വന്നു എന്ന് ബോധ്യമുള്ളവർ, കാണത്തക്കവണ്ണം അറിയത്തക്കവണ്ണം എനിക്കൊരു ബോധ്യം അവിടെ ഉണ്ടെന്ന് പറയുന്നവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. ബാക്കി എല്ലാവരും ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞ ആരാ? പറഞ്ഞു. എന്റെ കാലിന്റെ വേദന മാറി. കാലിന്റെ വേദന എന്നാ പറ്റിയായിരുന്നു സിസ്റ്ററെ? എനിക്ക് ഇങ്ങനെയുള്ള പാസ്റ്റർ ഈ തറയെ കൂടെ നിൽക്കുമ്പം എന്തോ ഒരു 4 വർഷത്തോളമായി ദുഷ്ടശക്തികളുടെ എന്തോ ഒരു പോരാട്ടം. നിന്ന് കഴിയുമ്പം കുറെ സമയം നിന്ന് കഴിയുമ്പോ എപ്പോഴും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് കാലിങ്ങനെ പുകഞ്ഞിട്ട് നീര് വെക്കുക, എന്നിട്ട് പിന്നെ നടക്കാൻ പറ്റുന്നില്ല. ഭയങ്കര വേദനയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത്? പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ആ വേദന, ഞാനിങ്ങനെ ആ വേദനയുള്ള സ്ഥലത്ത് എന്റെ കൈ വെച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഒത്തിരി മാറ്റം കിട്ടി. അപ്പൊ പാസ്റ്റർ ക്ലാസ് ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ കിടക്കുമായിരുന്നു. എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാലിങ്ങനെ നിലത്ത് വെക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ഇപ്പം അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം കാലിന് മാറ്റം വന്നു. ആ വേദന അങ്ങോട്ട് മാറി. വേദന മാറി. അതാ ശ്രദ്ധിച്ചു നോക്കണ്ട. വേദന ഇപ്പൊ വേദന ഇല്ല സിസ്റ്റർക്ക് അവിടെ? ഇപ്പൊ അങ്ങനെ അധികം വേദന ഇല്ല. ഇപ്പൊ അങ്ങനെ വേദന ഇല്ല. നീരുണ്ട്, വേദന കുറഞ്ഞു. വേദന കുറഞ്ഞെന്നാണ് മാറിയെന്നാണ്? വേദന മാറി, നീരുണ്ട്. യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചോണം നീര് അവിടെ വറ്റിപ്പോകും. 4 വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ വേദന അവിടെ ഇല്ല. അങ്ങനെയെങ്കിൽ ആ നീരും അവിടെ വേണ്ട. കർത്താവിന്റെ നാമത്തിൽ അത് പൂർണ്ണ സൗഖ്യമായിട്ട് കർത്താവ് മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ്. മറ്റാരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ബ്രദറെ. കുഞ്ഞുമോന്റെ പിറന്നാളാണ് ഇന്ന്, 6ാമത്തെ പിറന്നാള്. കർത്താവ് ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ആ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ ആരോഗ്യവും ബലവും നന്മയും നിറയട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ആമേൻ. ബ്രദറെ ഞാൻ ഇന്നലെ പറഞ്ഞു. കേൾക്കാൻ പറ്റുന്നില്ല സിസ്റ്റർ. ക്ലിയർ അല്ല സിസ്റ്ററെ, കേൾക്കാൻ പറ്റുന്നില്ല. ആ ഹെഡ്സെറ്റോ എന്തെങ്കിലും ഒന്ന് മാറ്റാവോ? ഹെഡ്സെറ്റ് ഇല്ല. ഒന്ന് ഉറക്കെ പറഞ്ഞേ. 2012 സിസ്റ്ററെ കേൾക്കുന്നില്ല. 2012 മാത്രമേ കേട്ടുള്ളൂ സിസ്റ്ററെ. കഴിഞ്ഞതാ എന്റെ നാട്ടിൽ. അപ്പോഴും അന്ന് മുതലേ എനിക്ക് വയ്യാരി ഉള്ളതാണ്. ഇടയ്ക്ക് മാറും, പിന്നെ വരും. എനിക്കാണെങ്കിൽ കാല് രണ്ടും അങ്ങ് മരവിച്ചിട്ട് എനിക്ക് നടക്കാനും നിൽക്കാനും ഒന്നും ഒക്കത്തില്ല. അങ്ങനെ വരും ഇടയ്ക്കിടയ്ക്ക്. ഇന്നലെ അങ്ങനെ വന്നപ്പോ ഞാൻ പ്രാർത്ഥന ഇങ്ങനെ എനിക്ക് വൈകിട്ട് കയറാൻ പറ്റില്ല. കേട്ടോണ്ടിരുന്ന് ഞാനപ്പോഴിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് എണ്ണിക്കാനൊന്നും വയ്യാത്ത പരുവത്തിലാണ് ഞാൻ പോയി വെളിയിൽ ഇരുന്നിട്ടാ കേൾക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ആ പേരിപ്പ് എങ്ങനെ മാറിയെന്ന് അറിയത്തില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരും, മാറും. പക്ഷെ ഇന്ന് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അതായത് 2012 മുതൽ ഓപ്പറേഷൻ നിമിത്തം ഉണ്ടായതാണ് ആ വേദന. അതല്ലേ പറഞ്ഞു വന്ന സിസ്റ്റർ? കേട്ടത് ഞാൻ അങ്ങനെയാണ് അല്ലേ? 2012 ഗോകുലം മെഡിക്കൽ കോളേജിൽ മെയിൻ സർജറി നടന്നത് എന്റെ നട്ടലിന്. അന്ന് മുതൽ എനിക്ക് 2 കാലിനും വേദന ഉണ്ടാവും, നടുവിന് വേദന ഉണ്ടാവും, മേല് മൊത്തം ഇതായിട്ട് വരും. ഞരമ്പിന്റെ പ്രശ്നം ഒരുപാടുള്ളതാ. പക്ഷെ ഇന്നലെ എന്തോ ഇല്ല, ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ അതായത് ഇന്നലെ സിസ്റ്റർ ഇന്നലെ യൂട്യൂബിലാണ് കേട്ടെന്ന് പറഞ്ഞല്ലേ? അതെ, ഞാൻ കേട്ടതെന്ന് പറയാം. ഇത് കറക്റ്റ് ആണെന്ന് പറയണേ സിസ്റ്ററെ. അതായത് സിസ്റ്റർ ഇന്നലെ യൂട്യൂബിൽ കേട്ടു 2012 ഒരു സർജറി നിമിത്തം സിസ്റ്റർക്ക് കാലിന് മരപ്പും വേദന ഉണ്ടായിരുന്നു. ഇന്നലെ സിസ്റ്റർ യൂട്യൂബിൽ പ്രാർത്ഥന കേട്ടപ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ആ വിഷയത്തിന് മേലൊരു സൗഖ്യം തന്നു. ഇന്നേ വരെ ആ വേദന വന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ കേട്ടത്. അത് തന്നെയാ, വന്നിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ വലിയൊരു സാക്ഷ്യമാണ്. 2012 മുതൽ ഈ 2025 വരെ വേദന ഉണ്ടായിരുന്നു. ഇന്നലെ വരെ വേദന ഉണ്ടായിരുന്നു. സൗണ്ട് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ കേട്ടത് വെച്ചാൽ ഞാൻ പറഞ്ഞത്.
ഇന്നലെ യൂട്യൂബിലാണ് സഹോദരി പ്രാർത്ഥന കേട്ടത്, സാക്ഷ്യങ്ങൾ കേട്ടത്. ആ സമയത്ത് കൈയെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. ഇന്നലെ മുതൽ ആ വേദനയില്ല, മരവിപ്പുമില്ല. യേശു സൗഖ്യമാക്കിയിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഇനി മേലാൽ അത് വരത്തില്ല കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ. എന്തോ പറഞ്ഞു. അത് ബ്രദറെ 18-ാം തീയതി ബ്രദർ ഒരു ആലോചന പറഞ്ഞായിരുന്നു. അതൊരു പാസ്പോർട്ടിന്റെ നമ്പർ യു എന്ന് തുടങ്ങണ അക്ഷരം തുടങ്ങണ ആ നമ്പറിൽ 753 എന്നുള്ളൊരു നമ്പർ ബ്രദർ പറഞ്ഞു. അതെന്റെ പാസ്പോർട്ടിന്റെ നമ്പറായിരുന്നു. എനിക്കത് കണ്ടുപിടിച്ചിട്ട് പറയാനായിട്ടുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ പറയണേ. അത് വലിയൊരു നന്മയുടെ യാത്രയ്ക്ക് വേണ്ടി ആ കുടുംബത്തിന് കർത്താവ് ഒരുക്കാൻ വേണ്ടി പോകും കേട്ടോ. സിസ്റ്ററെ, ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങൾ ആരെങ്കിലും ആ പാസ്പോർട്ട് നമ്പർ കാണാൻ വല്ലോ സാധ്യതയുണ്ടോ? ഇത് തപ്പിപ്പിടിക്കാൻ വേണ്ടി സമയം എടുത്തോ? സമയം എടുത്തു. പിന്നെ എനിക്ക് അന്നേരം അത് പറയാനായിട്ട് 2 ദിവസം ഞാനിങ്ങനെ മറന്നുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ ബ്രദർ കേട്ടെ, ഒത്തിരി ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. പല സഹോദരിമാരും എവിടെയും പറയുമ്പോഴേക്ക് ഈ പാസ്പോർട്ട് നമ്പരൊക്കെ വെളിപ്പെടുത്തുന്നതാണോ, പരിശുദ്ധാത്മാവ് ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ സഹോദരി പറഞ്ഞു കേട്ടില്ലേ, ആ പാസ്പോർട്ട് നമ്പർ കുറേ തപ്പിയിട്ടാ പാസ്പോർട്ട് കിട്ടിയത് വീടിന്റെ അകത്തുനിന്ന്. കാര്യം ഉപയോഗിക്കുന്നില്ലായിരുന്നു. എന്നാൽ അതേ പാസ്പോർട്ടിലെ നമ്പര് കർത്താവ് വെളിപ്പെടുത്തി. അതാണ് സഹോദരി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അത് പറയാൻ പറ്റിയില്ല, ഇന്നാണ് അത് മ്യൂട്ട് മാറ്റി പറഞ്ഞത്. അപ്പൊ എന്തിനാണ് കർത്താവ് ഈ പാസ്പോർട്ട് നമ്പരൊക്കെ വെളിപ്പെടുത്തി വെച്ച് കഴിഞ്ഞ്? ഇതാണ് ഹൃദയ രഹസ്യം എന്ന് പറഞ്ഞത്. നമുക്കറിയാം, നമ്മുടെ പാസ്പോർട്ട് നമ്പർ ആരും നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മൾ ബാഡ്ജ് പോലെ കൊണ്ട് നടക്കാറില്ല അല്ലേ? നമുക്ക് ആരോടും ചോദിച്ചാൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കില്ല. ഇതൊക്കെ നമ്മുടെ സീക്രട്ടുകളാണ്, മറ്റൊരാൾക്ക് അറിയാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. ഇത് ഒഫീഷ്യലി ആയിട്ട് നമ്മൾ തന്നെ വെച്ചിരിക്കുന്നതാണ്. ഇതേ കാര്യങ്ങൾ, രഹസ്യങ്ങൾ എവിടെയാണോ അത് വെളിപ്പെടുത്തുന്നതാണ് തമ്പുരാൻ. സിസ്റ്ററെ, കുടുംബത്തിന്റെ മേൽ കർത്താവ് അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു നന്മ തമ്പുരാൻ ചെയ്യാൻ വേണ്ടി പോകാന്ന് പറഞ്ഞ കുടുംബത്തിൽ പ്രാർത്ഥിച്ചോണം. നമ്മുടെ മുമ്പിൽ ഒരു സാധ്യത ഇല്ലായിരിക്കാം, പക്ഷെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മൾ അറിയാത്ത വഴികളെ ദൈവം തുറക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. എന്റെ കണ്ണിന് കാറ്ററാക്ടിന്റെ ഒരു സർജറി ചെയ്യണമെന്ന് ഡോക്ടർ 1 മാസം മുമ്പ് പറഞ്ഞതാണ്. 3 മാസം ഡേറ്റ് തരുന്നു. പക്ഷെ അത് ഞാനിപ്പോ കൈവച്ചായിരുന്നു, അറിയില്ല. കേട്ടില്ല. കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ കാറ്ററാക്ട് ആയതുകൊണ്ട് എനിക്ക് കാഴ്ചയുടെ എനിക്ക് അത് ഇപ്പൊ അറിയാൻ പറ്റുന്നില്ല മാറിയോന്നുള്ളു. അപ്പൊ അടുത്ത ദിവസം പോയി ചെക്കപ്പ് ചെയ്തോണം. ചെക്കപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് അറിയാൻ പറ്റും. കർത്താവിന്റെ അത്ഭുതം അവിടെ സംഭവിച്ചിരിക്കുന്നു കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, മുമ്പേ സംഗീതയാണോ എന്ന് അറിയത്തില്ല. മുമ്പേ പറഞ്ഞില്ലായിരുന്നു. ആർക്കാ സിസ്റ്റർ ആ ബാഗിൽ നിന്ന് കൊടുത്തേക്കുന്നത്? എന്റെ മോളുടെ അമ്മായിമ്മയുടെ കൈ കൊടുത്തിട്ട് ഗൾഫിന് പോയതാണ്. അവരായിട്ട് പിന്നെ പിണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവര് പറയുന്നത്, ഇപ്പൊ കോടതി കേസായപ്പോ അവര് പറയുന്ന അവരെ കൊടുത്തിട്ടില്ലെന്നാ പറയുന്നേ. ഈ ബാഗിന്റെ അകത്താണോ കൊടുത്തേക്കുന്നത്? ഈ ബാഗിൽ നിന്ന് എടുത്താ കൊടുത്തേക്കുന്നത്. ഈ ബാഗ് ഞങ്ങൾ ആരെങ്കിലും കാണാൻ സാധ്യത ഉണ്ടായിരുന്നത് കൊടുക്കുന്ന സമയത്ത്? ഇല്ല. ആർക്കാ കൊടുത്തത്? ആർക്കാ കൊടുത്തത്? മോളുടെ അമ്മായിമ്മയുടെ കൈ കൊടുത്തിട്ട് മോള് ഗൾഫിന് പോയതായിരുന്നു. പേരെന്തുവാ? പേര് സംഗീതയാണ് കൊടുത്തത് അല്ലേ? ഈ പറഞ്ഞ പോലെയുള്ള ബാഗിൽ നിന്നാണ് നമ്മൾ കുറച്ചു മുമ്പ് കേട്ടതുപോലെ ഈ ബാഗിൽ നിന്നാണ് കൊടുത്തത് അല്ലേ? 3 വർഷം മുമ്പല്ലേ? അതെ. സിസ്റ്ററെ, ഞങ്ങൾ ഇത് കാണാനോ സംഭവിക്കുന്ന സമയത്ത് അവിടെ വല്ലവരും ഉണ്ടായിരുന്നോ? ഇല്ല. കർത്താവ് ഇത് വെളിപ്പെടുത്തിയ സമയത്ത് ഒരു കാര്യം പറഞ്ഞു, അത് തിരിച്ചു കിട്ടാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. വിശ്വസിക്കുന്നുണ്ടോ? ഇത് വലിയൊരു, അത് യേശുവിന്റെ നാമത്തിൽ. ഇതേ ബാഗാണോ? ഈ പറഞ്ഞ കളറിലെ ബാഗ് തന്നെയാണോ? അത് യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവ് എത്രത്തോളം നമ്മുടെ കാര്യങ്ങൾ അറിയുന്ന, അവരില്ലെന്ന് പറഞ്ഞാലും കർത്താവ് അത് ഓർക്കുന്ന ദൈവമാണ്. നിങ്ങൾ കേട്ട ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആ പേര് വന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു ബ്ലോക്ക് പോലെ, അതുകൊണ്ട് ഞാനൊരു കൺഫർമേഷൻ സംഗീതം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു. പക്ഷെ ഞാൻ ആ ബാഗ് വ്യക്തമായിട്ട് കണ്ടു. ഈ കളറിലെ ആഷ് കളറിലെ ബാഗിൻ്റെ അകത്തൊന്നും എടുത്തു കൊടുക്കുകയും അത് നിമിത്തം ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിളിൻ്റെ അകത്തോടെ കടന്നു പോകുന്ന വ്യക്തിയെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇന്ന് 3 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ 2000 ജസ്റ്റ് എത്ര നാളായി നമ്മുടെ പ്രാർത്ഥന കയറാൻ തുടങ്ങിയിട്ട്? 3 വർഷമായോ?
ഇല്ല, ഞാൻ ഇവിടെ ഒരു 6 മാസം ആയതേ ഉള്ളൂ കേറാൻ കണ്ടോ, തുടങ്ങിയിട്ട്. 6 മാസമേ സിസ്റ്റർ കയറാൻ തുടങ്ങിയിട്ടുള്ളൂ. 3 വർഷം മുമ്പ് നടന്ന കാര്യമാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. ശ്രദ്ധിച്ചോണേ. അതിനി അവർ ഇല്ലെന്ന് പറഞ്ഞാലും അവരിലൂടെ തന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി പോവുക കേട്ടോ. ഈ ദിവസങ്ങളിൽ ഈ ആലോചന സ്വീകരിച്ച് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ആരാധനയിലും പ്രാർത്ഥനയിലും ബലപ്പെട്ടോണം. മനസ്സ് തുറന്ന് ദൈവം അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമാക്കി മാറ്റും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എന്റെ പേര് സുഭാഷ്. എന്റെ ഒരു കമ്മല് കാണാതെ പോയി ബ്രദറെ. വീട്ടിൽ രാത്രി ആണ്, പുറത്തേക്ക് പോയിട്ടില്ല. പക്ഷെ അത് രാത്രിയാണ് ഞങ്ങൾ നോക്കിയത്. എവിടെയാ വെച്ചതെന്ന് എനിക്കൊരു ഓർമ്മയില്ല. കല്യാണത്തിന്റെ തലേ ദിവസമായിരുന്നു. ഇവിടെ വേറെ ആരുമില്ല, ഞാൻ എന്റെ മരും. അത് കാണുന്നില്ല ഇതുവരെ. മനസ്സിലായില്ല സിസ്റ്ററെ? കല്യാണത്തിന്റെ തലേദിവസം ഞങ്ങൾ എറണാകുളത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അതിന് പോകാൻ വേണ്ടി നിൽക്കുമ്പോ അതിന്റെ തലേ ദിവസം കമ്മലൊക്കെ എടുത്തു വെക്കുന്ന സമയത്ത് ഒരു കമ്മൽ പിന്നെ നോക്കുമ്പോ കാണുന്നില്ല വെച്ച കൂട്ടത്തില്. അങ്ങോട്ട് കൊണ്ടുപോയിട്ടൊന്നുമില്ല, എറണാകുളത്തേക്ക് കൊണ്ടുപോയിട്ടുമില്ല. വീട്ടിൽ തന്നെ ആരും വന്നിട്ടുമില്ല. പിന്നെ ഒരു ദിവസം ഒരു ജോലിക്കാരി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെ കയ്യില് പിന്നെ ബാക്കി വെച്ച കൂട്ടത്തില് അവര് കാണാനൊന്നും വഴിയില്ലാത്തൊരു സ്ഥലത്താണ് വെച്ചത്. പക്ഷെ ഈ കമ്മൽ ആ കൂട്ടം ഈ മുറിക്കകത്ത് എവിടെയെങ്കിലും, ഈ മുറികൾക്ക് എവിടെയെങ്കിലും ഒരു വേസ്റ്റ് ബിന്ന് വെച്ചിരിക്കുന്ന മുറി വല്ലതും ഉണ്ടോ? ഏതെങ്കിലും സ്ഥലത്തുള്ളതാണോ വീട്? നിങ്ങൾ പോയ വീട്ടിലോ എവിടെയെങ്കിലും ഈ വേസ്റ്റിന്റെ ചെറിയ എന്തെങ്കിലും ബിന്നിരിക്കുന്ന വീടാണോ ഇത്? ഒരു വേസ്റ്റ് ബിന്നുള്ളില് എവിടെ ചെറിയ വേസ്റ്റ് ബിന്നുണ്ട്. അത് ഏത് മുറിയിലാ? അത് മകൻ കിടക്കുന്ന മുറിയില്ലേ? മകൻ കിടക്കുന്ന മുറിയിലായിരിക്കും. ഒരു ചെറിയത്. ആ മുറി മാത്രമേ ഉള്ളോ അതോ? അല്ലല്ല, കുറെ മുറികളുണ്ട്. അതല്ല, ഈ ഇരിക്കുന്ന സ്ഥലം മകന്റെ മുറി മാത്രമാണോ വേസ്റ്റ് ബിൻ ഇരിക്കുന്നത്? പിന്നെ പുറത്തുണ്ട് 2 വേസ്റ്റ് ബിൻ. പുറത്തല്ല, മുറിക്കകത്ത്, മുറിയില്. മുറിക്കകത്ത് ഒരു വേസ്റ്റ് ബിൻ, പിന്നെ അടുക്കളയിൽ ഒരു വേസ്റ്റ് ബിൻ. കട്ടിലിന് ജനലിനോട് ചേർന്ന് കട്ടിലിട്ടേക്കുന്ന മുറി ഏതാ? ജനലിനോട് ചേർന്ന് ഒരു കട്ടിലിട്ടേക്കുന്ന മുറി, അതായത് ജനലിനോട് ചേർന്ന് കിടക്കുന്ന കട്ടിലിട്ടേക്കുന്ന മുറി എവിടെയാ? അത് ആ മുറി എല്ലാ മുറിയിലും ഉണ്ട് ബ്രദറെ. ജനലിനോട് ചേർന്ന് കട്ടില് 3 മുറിയിലും. ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. സിസ്റ്ററെ, ഈ കട്ടിലിനോട് ചേർന്നിരിക്കുന്ന മുറിയില് അതിന്റെ ഈ ഏതാണോ ഉള്ളത് ഞാൻ കാണുന്നത്, ഈ കട്ടിലെ തന്നെ നമ്മുടെ സാധാരണ കാലുകളെക്കാളും കൂടുതൽ കാലുള്ള കട്ടിലുള്ള, നമ്മുടെ നോർമൽ ഒരു കാല് വരുന്നുണ്ടല്ലോ, 1, 2, 3, 4 അങ്ങനെയുള്ള വരുന്നത്, അതിൻ്റെ അകത്ത് 4 കാലിൽ കൂടുതൽ വരുന്നൊരു കട്ടിലുള്ള മുറി ഏതാണോ ആ മുറിക്കകത്ത് അന്വേഷിക്കുക. അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും ഒരു ആലോചന വരുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം. നിങ്ങൾ അനാവശ്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കരുത്. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കും. അത് സിസ്റ്റർ അവിടെ അന്വേഷിക്കുക, ആ മുറിയിൽ അതുണ്ട് കേട്ടോ. ആ വീട് വിട്ട് പോയിട്ടില്ല. ആമേൻ. ഈ സമയത്ത് ഈ മുട്ടിന്റെ താഴോട്ട്, കാൽപ്പത്തിയുടെ മുകളിലോട്ട്, ഈ മുട്ട് വരെയുള്ള ഭാഗത്ത് ഈ ഒരു ഭയങ്കര വേദനകൾ അനുഭവിക്കുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ടോ? ആ ഭാഗം, കാലിന്റെ ആ ഭാഗത്ത് വേദനകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട്. ഒന്ന് കൈയെടുത്ത് വെച്ച്, ഒന്ന് കൈയെടുത്ത് വെച്ച്, ഒന്ന് കൈയെടുത്ത് വെച്ച്, ഒന്ന് കൈയെടുത്ത് വെച്ച്. ഞാൻ ഇപ്പൊ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. പ്രാർത്ഥിച്ചതിന് ശേഷം കേട്ടെ നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതോടെ ശ്രദ്ധിച്ചോണേ. കർത്താവ്, ഞങ്ങൾ ഇപ്പോൾ യേശു കൈയെടുത്ത് വെച്ച്, കർത്താവ് ഞങ്ങളുടെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. പറഞ്ഞ എന്റെ വേദന യേശു വഹിച്ചെന്ന് പറ. എന്റെ രോഗം യേശു വഹിച്ചു. ഞാൻ കർത്താവിന് വേണ്ടി ഓടുമെന്ന് പറ. ഞാൻ കർത്താവിന് വേണ്ടി ഓടും. ഞാൻ കർത്താവിന് വേണ്ടി ഓടും. ഇപ്പോൾ കർത്താവായ യേശുവെ, ഞങ്ങളുടെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവായ യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് എന്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു. ഇപ്പൊ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ആ രോഗത്തെയും രോഗശക്തിയെയും രോഗത്തിന്റെ ദുരാത്മാക്കളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, വിട്ടുപോട്ടെ. ശരീരത്തിൽ ഞങ്ങളെ വേദനകളെ പറിച്ചു മാറ്റിയെടുക്കുന്നപ്പ ഈ നിമിഷം തന്നെ സ്പർശനം ഉണ്ടാകുന്നു. ഈ നിമിഷം തന്നെ ദൈവിക സ്പർശനം ഉണ്ടാകുന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം ആ ശരീരത്തിന്റെ മേൽ ഇപ്പോൾ സംഭവിക്കുന്നു, ഇപ്പോൾ സംഭവിക്കുന്നു, ഇപ്പോൾ സംഭവിക്കുന്നു, ഇപ്പോൾ സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ഓ ജീസസ്, ഓ യേശുവേ, നന്ദി കർത്താവേ. ഹീലിംഗ് അനോയിന്റിങ്. ഇനി പ്രാർത്ഥിച്ചവരൊന്ന് കൈയെടുത്തേ,
കൈയെടുത്ത് പ്രാർത്ഥിച്ചവർ മാത്രം കൈയെടുത്ത്. എന്താ നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ പ്രാർത്ഥിച്ചവരെല്ലാം ഒന്ന് കൈയെടുത്ത്. എന്താ നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്? ഈ കൂട്ടത്തില് ജനുവരി മാസം ജനിച്ച ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പൊ പ്രാർത്ഥിച്ചവരുടെ കൂട്ടത്തില് ജനുവരിയിൽ ജനിച്ച ആരെങ്കിലും അതിൻ്റെ അകത്തുണ്ടോ? പ്രാർത്ഥിച്ച കൂട്ടത്തിലുള്ളവരുണ്ടോ? ആരാ അത്? പ്രാർത്ഥിച്ച കൂട്ടത്തിലുള്ള ഇന്ന് കർത്താവിന്റെ പ്രവൃത്തി അവിടെ സംഭവിക്കുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചതിന് ശേഷം എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? പ്രാർത്ഥിച്ചവർക്ക് ഇപ്പൊ എന്നാ അവിടെ ഫീൽ ചെയ്യുന്നത്? വേദനയില്ല. ഇപ്പൊ വേദനയില്ല. നേരത്തെ വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ അവിടെ വേദനയില്ല. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യം ലഭിക്കുന്നു. ഈ ജനുവരി മാസം എനിക്കും വേദനയില്ല. വേദന മാറി. ഓ യേശുവിന്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. വർഷങ്ങള് വേദനയുള്ള മുട്ടുകാലായിരുന്നു. ഓ യേശുവേ, എത്ര വർഷം സിസ്റ്ററെ? ഒരു 10 വർഷം ഉണ്ടാകും. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പം ആ വേദന വിട്ടു. ഇപ്പൊ ഞാന് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടുമ്പോ എനിക്ക് വേദനയില്ല. ഇപ്പൊ ഇല്ല. ഓ യേശുവേ, വലിയ അത്ഭുതം. 10 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയാണ്. ഞാനിത് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് എന്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞു ആ കാലിന്റെ വേദനകൾ എടുത്തു മാറ്റുവാന്ന്. ഇപ്പം സൗരി പറയും 10 വർഷമായിട്ടുണ്ടായിരുന്ന വേദന യേശു എടുത്തു മാറ്റിയിരിക്കുന്നു. കാലിപ്പോ തിരിച്ചു മറിച്ചു ഒക്കെ നോക്കി, ഇപ്പൊ അവിടെ വേദനയില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. അടുത്തയാള് അതിനുള്ളത് കർത്താവിന്റെ വലിയൊരു പ്രേരണ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാല് വേദന മാറി, മുട്ടിന്റെ വേദന മാറി. എനിക്ക് നേരത്തെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ മാറും, പിന്നെയും ഇങ്ങനെ വരും, പിന്നെയും പ്രാർത്ഥിക്കുമ്പോ മാറും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വേദന വന്നുകൊണ്ടേ ഇരിക്കുക. ഇപ്പൊ അത് വരത്തില്ല. ഇപ്പൊ സൗഖ്യമായി. ഇപ്പൊ അത് മാറി. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമം. ഇനി അത് വരത്തില്ല കേട്ടോ. മറ്റാരെങ്കിലും ഫീൽ ചെയ്യുന്നവർ, സൗഖ്യം ഫീൽ ചെയ്യുന്നവർ, ശരീരത്തിന്റെ മേൽ ആ ദൈവിക സ്പർശനം ഫീൽ ചെയ്യുന്നവർ, അതോടൊപ്പം തന്നെ കെവിൻ എന്ന് പറയുന്ന തലമുറയുള്ള ആരാത്? കെവിൻ എന്ന് പറയുന്ന തലമുറയുള്ളത് ആരാണോ യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിന്റെ മേൽ ദൈവപ്രവർത്തി. കെവിൻ എന്ന് പറഞ്ഞ മോന, കെവിൻ എന്ന് പറയുന്ന മോൻ. ഞാൻ കെവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൊട്ട് താഴെ ഒരു അനിയത്തിയോടെ കാണുന്നുണ്ട്. അതാരാ? ആ കുടുംബം ഏതാ? കെവിന്റെ ആൾ തൊട്ടടുത്ത് തന്നെ ഒരു അനിയത്തിയും കാണുന്നുണ്ട്. എന്റെ ചേച്ചിയുടെ മോനാണ് കെവിന്. അവരിതിനകത്ത് കൂടുന്നുണ്ട്, സൂമിൽ കൂടുന്നുണ്ട്. കെവിൻ അവര് മസ്കറ്റില്ല. അവന്റെ അനിയത്തി ഉണ്ടോ? പെങ്ങളുണ്ട്. അത് യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തെ തമ്പുരാൻ തൊടുക കേട്ടോ. വലിയൊരു ദൈവപ്രവർത്തിയുടെ സാക്ഷ്യം ആ ഭവനത്തിന്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവ്. അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇന്ന് ഈ നിമിഷം മറ്റു ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക, ഈ ശരീരത്തിന്റെ മേൽ ഈ വയറിന്റെ അവിടെ ഈ വേദനകൾ, ഈ ചെറിയ തടിപ്പ് പോലെ അത് ഫീൽ ചെയ്യുന്നവരോ വേദനയുള്ളവരോ ഉണ്ടോ? വയറിന്റെ അവിടെ തടിപ്പ് പോലെ, ഈ കല്ല് പോലെ ഒരു സൈഡ് മാത്രം കല്ലച്ച് കിടക്കുന്നത് പോലെ വേദനയും ഉണ്ട്. ചിലർക്ക് അത് വേദനയായിട്ടാണ്, ചിലർക്ക് അത് കല്ലച്ചിരിക്കുന്ന പോലെ ഒരു അനുഭവം ഉള്ളവരുണ്ടോ? അതിൻ്റെ അത് അങ്ങനെ അനുഭവിക്കും. വയറിന്റെ സൈഡില് ചെറുതായിട്ടൊരു തടിപ്പ് പോലെ കല്ലിപ്പ് പോലെ ഉണ്ട്. അതൊന്ന് കൈയെടുത്ത് വെച്ചു. എനിക്കും എന്റെ വയറിൽ ഒരു തടിപ്പുണ്ട്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് അവിടെ ബ്ലഡ് സർക്കുലേഷൻ ഒന്നും നടക്കുന്നില്ല ഒരു ഭാഗത്ത്. കൈയെടുത്ത് വെച്ചു. ആ വേദന ഉള്ളവരെല്ലാം കൈയെടുത്ത് വെച്ചു. കൈയെടുത്ത് വെച്ച് യേശുവിന്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നപ്പ കർത്താവെ അങ്ങയുടെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ഞങ്ങളുടെ രോഗത്തെ വഹിച്ചതാണ്. കർത്താവ് ഞങ്ങളുടെ വേദനകളെ അനുഭവിച്ചതാണ്. കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ദ പവർ ഓഫ് ദ ഹീലിംഗ്. യേശുവിന്റെ നാമത്തിൽ ആ തടിപ്പുകൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ പറിച്ചു മാറ്റുന്നപ്പ കർത്താവ് വഹിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമാണ്. കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ബലമാണ്. യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നപ്പ കൈയെടുത്ത് വെച്ച് വലിയൊരു ചൂട് നിങ്ങളുടെ ശരീരത്തിന്റെ മേലെ അനുഭവിക്കും. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വേദന ഞങ്ങൾ പറിച്ചു മാറ്റുന്നപ്പ, വേദനകളെ പറിച്ചു മാറ്റുന്നപ്പ യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്തേ. ആ വേദന പറഞ്ഞവരവിടെ ചെക്ക് ചെയ്തേ. എന്താ നിങ്ങൾ ഫീൽ ചെയ്യുന്നത്?
പ്രാർത്ഥിച്ചതിന് ശേഷം എന്താണോ നിങ്ങൾ അവിടെ ഫീൽ ചെയ്യുന്നത്? ചൂട് അനുഭവപ്പെടുന്നുണ്ട് ബ്രദറെ. ഇപ്പൊ വേദന എങ്ങനെയുണ്ട് സിസ്റ്ററെ? വേദനയുള്ള ഭാഗത്ത് ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുള്ളവർക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയല്ല, എനിക്ക് തടിപ്പ് വേദന ഇടയ്ക്കിടയ്ക്കാ വരിക, തടിപ്പാണുള്ളത്. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ അവിടെ സംഭവിച്ചത് സിസ്റ്ററെ? ചൂട് 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 ഇപ്പോഴും ഉണ്ട്. അങ്ങനെയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇനി ആ വേദനയും ബുദ്ധിമുട്ടും ശരീരത്തിൽ ഇനി ഉണ്ടാകത്തില്ല കേട്ടോ. കർത്താവിന്റെ വലിയൊരു സ്പർശനം അവിടെ വന്നിരിക്കുന്നു. ആമേൻ. മറ്റാരെങ്കിലും ഫീൽ ചെയ്യുന്നവരുണ്ടോ? കർത്താവ് ആ സൗഖ്യം ഫീൽ ചെയ്യുന്നവര്, വേദന അവിടുന്ന് കർത്താവ് എടുത്തു മാറ്റിയിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത്, ധൈര്യമായിട്ട് ചെക്ക് ചെയ്തു. നിങ്ങൾക്ക് എന്താണോ കഴിയാത്തത് ഒന്ന് ചെക്ക് ചെയ്ത്. കർത്താവിന്റെ അത്ഭുതത്തെ തമ്പുരാൻ അവിടെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. മറ്റാരെങ്കിലും സൗഖ്യം അനുഭവിക്കുന്നവരുണ്ടോ? ശരീരത്തിന്റെ മേൽ ഒരു സൗഖ്യത്തിന്റെ സാക്ഷ്യം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടോ ഇതിന്റെ അകത്ത്? സാക്ഷ്യം അനുഭവിക്കുന്നവരുണ്ടോ? ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സാക്ഷ്യമുണ്ട്. ചാടി പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ഇപ്പൊ 3 ആഴ്ചയായി എനിക്ക് ഷുഗർ അങ്ങ് കൂടുതലായിരുന്നു. ഈ 3 മാസത്തെ കോഴ്സ് ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അതിനകത്ത് 6 വേണ്ടടുത്ത് 11 വരെ ആയി. അപ്പൊ എന്റെ ശരീരം മൊത്തം വേദന, ശരീരത്തെ പുറം എല്ലാം പൊട്ടിപ്പോകുന്ന വേദന, ചങ്കിനകത്ത് വേദന എല്ലാം ആയിട്ട് പോയി ECG ഒക്കെ എടുത്ത് നോക്കിയിട്ടൊന്നും ECG ആയിട്ടൊന്നും കുഴപ്പമില്ല. അപ്പൊ കഴിഞ്ഞ ഇന്ന് വരെ എനിക്ക് നല്ല വേദന, പുറത്തിന് വേദന. ഭയങ്കര പുകച്ചിലായി. ഇപ്പം അന്യഭാഷ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരുന്നപ്പം തൊട്ടും നല്ല പുകച്ചിലായി. ഇപ്പം ഈ പ്രാർത്ഥനയുടെ എല്ലാ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പുകച്ചിലെല്ലാം അങ്ങ് മാറി പൂർണ്ണമായ സൗഖ്യം തന്നു. ഓ നന്ദി യേശു. അങ്ങോട്ട് അത്ഭുത വിടുതൽ. പ്രാർത്ഥനയുടെ അന്തരീക്ഷം നമ്മുടെ മേൽ സൗഖ്യങ്ങളെ നിറയ്ക്കുന്നതാണ്. കർത്താവ് വിടുവിച്ച വൻകൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു ആൻറ്റി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് എനിക്കൊരു സാക്ഷിയുണ്ട് പറയാനേ. ധൈര്യമായിട്ട് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച പല്ല് വേദനയായിട്ട് അത് പല്ലെടുക്കണമെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി. കുറ്റിയായിരുന്നേ, മോണയുടെ ഉള്ളിൽ കയറിയിരിക്കുകയായിരുന്നു. അപ്പൊ എക്സ്റേ എടുത്തപ്പോ ഡോക്ടർ പറഞ്ഞു മോണ കീറേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിലിരുന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവേ, യാതൊരു പ്രയാസവും ഇല്ലാതെ ദൈവം അത് നന്നായി ചെയ്ത് തന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പോയി. അവിടെ ചെന്ന് ഡോക്ടർ നോക്കിയപ്പോൾ എക്സ്റേ തന്നപ്പോൾ പറഞ്ഞു മോണ കീറേണ്ടി വരും, അല്ലാതെ ഇതെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ പല്ലെടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മോണ കീറുമൊന്നും വേണ്ട. അപ്പൊ എൻ്റെ കൂടെ ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരിയായിരുന്നു വന്നിരുന്നത്. അപ്പൊ ആള് ജോലി കഴിഞ്ഞ് വരണമായിരുന്നു. അപ്പൊ ഞാൻ തന്നെയാണ് അവിടെ ഡോക്ടറെ അടുത്ത് ചെന്നത്. ഡോക്ടർ പറഞ്ഞു പോരെ, പേടിക്കൊന്നും വേണ്ട, നമുക്ക് എടുക്കാന്ന് പറഞ്ഞു. നോക്കി മോണയൊന്നും കീറേണ്ടി വന്നില്ല. ദൈവ അത്ഭുതം പ്രവർത്തിച്ചു. മോണ കീറാതെ തന്നെ ആ പല്ലെടുക്കാൻ ദൈവം സഹായിച്ചു. ഞാൻ ഡോക്ടർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം അത് അത്ഭുതകരമായി ഒരു പ്രയാസവും കൂടാതെ ചെയ്തു തന്നതിന് ദൈവത്തിന് നന്ദി പറയും. നന്ദി കർത്താവ്. ഇടപെട്ട വലിയ കൃപയ്ക്ക് പ്രിയമങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ കീറാറ് തന്നെ ദൈവം പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു. മുന്നോട്ട് സിസ്റ്ററെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചോണം. കർത്താവെ, ദിവ്യ ആരോഗ്യവും ദീർഘായുസോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പറഞ്ഞു. ട്രിവാൻഡ്രത്തെ പിന്നെ ഓൺലൈൻ മീറ്റിംഗ് ഉടനെ കാണുമോ ബ്രദർ? ട്രിവാൻഡ്രംകാര് ഹോള് തപ്പിയോ? ഹോള് കിട്ടിയോ? തപ്പാം ബ്രദർ. അത് എത്ര ആള് വരും എന്നുള്ള ഇതനുസരിച്ചല്ലേ നമുക്ക് നോക്കാൻ പറ്റും. എല്ലാ മാസത്തിലും ഉണ്ടാവും ബ്രദർ? എല്ലാ മാസം ചെയ്യാൻ വേണ്ടി സിസ്റ്റർ നമുക്ക് എങ്ങനെ ബ്രദർ? എല്ലാ മാസവും ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാ മാസത്തിലും പ്രയർ സ്റ്റേഷൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയാ ബ്രദർ. പിന്നെ അതുപോലെ എന്റെ മകൾക്ക് ഡെലിവറി പറഞ്ഞിരിക്കുന്ന ഡിസംബർ 28 ചിലപ്പോ അതിന് മുമ്പേ ആകാൻ സാധ്യതയുണ്ട്. അതിന് മുമ്പേ നടക്കാൻ സാധ്യതയില്ലേ?
നമുക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടം. എന്തായാലും ഞാൻ അതിന്റെ പറയാം. നമുക്ക് എന്തായാലും അന്വേഷിക്കുക ഹോള്. കർത്താവ് അതിന്റെ മേൽ വലിയ കാര്യങ്ങൾ ചെയ്യും കേട്ടോ. നമുക്ക് അന്വേഷിക്കുക, നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. നമ്മളിപ്പോൾ എറണാകുളം മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ അടുത്ത എല്ലാ പ്രാർത്ഥനകളുടെയും ഡീറ്റെയിൽസുകൾ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഹോൾ അന്വേഷിക്കുക. ആ ബ്രദറെ, എന്തോ എനിക്ക് മൂലക്കുരു കൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം, മാറണില്ല, വേദനയുണ്ട്. കൈയെടുത്ത് വെച്ച സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, രോഗം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യമാണ്. ആ വേദനയാൽ പ്രിയമകൾ ഭാരപ്പെടുന്നല്ലോ, അത് അപ്രതീക്ഷമാകട്ടെ. കർത്താവ് യേശു രോഗങ്ങളെ ക്രൂശിൽ വഹിച്ചതുകൊണ്ട് കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞങ്ങൾ ഫ്രീ ആകുമപ്പ. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബാക്കി സാക്ഷ്യങ്ങൾ നമുക്ക് പിന്നീട് കേൾക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ മാസം നമുക്ക് വിതയ്ക്കുവാനുള്ള സമയമാണ്. നന്മയൊക്കെ നിങ്ങൾ നേരത്തെ വിതയ്ക്കുന്നുവെങ്കിൽ നമുക്ക് നേരത്തെ കാര്യങ്ങളെ ക്രമീകരിക്കാൻ പറ്റും. കാര്യങ്ങളെല്ലാം നമുക്ക് ജനുവരി, ഫെബ്രുവരി, പിന്നെ നമുക്ക് 2 മാസം 3 മാസം അതിന് മുമ്പേ നമുക്കറിയാം. ആ സമയത്ത് സീസണിന്റെ സമയമാണ്. അപ്പം ഹോൾ നമുക്ക് ലഭിക്കേണ്ടത് മുൻകൂർ നമ്മൾ എല്ലാം ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കർത്താവിന്റെ നാമത്തിൽ ഏപ്രിൽ മാസത്തിലെ മീറ്റിങ്ങിന് വേണ്ടി വിതയ്ക്കുന്നവർ നേരത്തെ ഓഹരികൾ എടുത്തു വെക്കുക. പ്രാർത്ഥിച്ച് കർത്താവ് ഹൃദയത്തിൽ തോന്നുന്നത് നിങ്ങൾ വിതയ്ക്കുക. കർത്താവിന്റെ നാമത്തിൽ നന്മ കൊയ്യുവാൻ കർത്താവ് ഇടയാക്കി തീരും. വാരി വിതറി കൊടുക്കുവാൻ സ്വർഗം സമൃദ്ധി തരും. കർത്താവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ വിതച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനമുണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവെ നന്മ കയറട്ടെ. കർത്താവെ, ഇത് പാഴായി പോകത്തില്ല. അവരുടെ ജീവിതത്തിൽ ഏറിയ മടങ്ങി വരും. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം ദൈവം അനുഗ്രഹിക്കും. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച്